ഞാനിങ്ങനെ 24th ഫ്ലോറിൽ നിൽക്കുകയാണ്. എനിക്ക് ചുറ്റും ലൈഫ് ഇങ്ങനെ നോർമലായിട്ട് പോവാണ്. നമ്മളെ ഹോൾ ലൈഫ് അതെല്ലാം ഇങ്ങനെ നമ്മളൊരു ക്യാൻവാസിൽ നമ്മളെ പഴയ ലൈഫ് സ്റ്റോറി ഇങ്ങനെ പോവാണ്. ഞാനങ്ങനെ അത് വാച്ച് ചെയ്യുക. That very moment your life changes. Everything about you changes. Then you become a cancer patient right there. Then if you survive, you become a cancer survivor. That afternoon, that evening changes the trajectory of one's life. Why me? Cancer raises many questions though, the most important being, why me? No one could answer that question. Instead I started asking, why not me? ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന പോലെയല്ലേ നമ്മുടെ ലൈഫ്. അപ്പോൾ വി ഹാവ് ടു പ്രിപ്പയർ അല്ലേ ആ സമയത്ത്. അപ്പോൾ ഞാൻ ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് മൈ ആഫ്റ്റർ ലൈഫ് പ്ലാൻസ്. ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് പറയും ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ കെൻ കിൽ യു. ക്യാൻസർ കൊണ്ട് മരിക്കാം, ക്യാൻസറിൻ്റെ ചികിത്സ കൊണ്ട് നമ്മൾ ബ്ലഡ് സെല്ലെല്ലാം പോയി അതിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ട് വേറെ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് തരത്തിൽ ലുക്കീമിയ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് മരിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഡോക്ടറുടെ ഗൗണിൽ നിന്നും ഒരു ഹോസ്പിറ്റൽ ഡ്രസ്സിലേക്ക് പെട്ടെന്ന് മാറുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ മൊമെന്റിലാണ് നമുക്കിത് ശരിക്കും ഇതൊരു അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്നുള്ള ഡയഗ്നോസിസ് എൻ്റെ മനസ്സിലും വന്നു, അവർക്കും വന്നു. Why me? Why me? What did I do wrong? What brought this curse upon me? I searched for answers. I searched for truth. None knew and none could tell. നമുക്ക് സഹിക്കാൻ പറ്റാത്തക്കാട്ടിലും കൂടുതൽ പെയിനാണ് ഈ ട്രാൻസ്പ്ലാന്റിന്. മോർഫിൻ പമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരാഴ്ച. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ലിവിങ് സോംബീസ് ആണ്. നമുക്ക് എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ അതിൻ്റെ ആ വേൾഡിൽ ഇങ്ങനെ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം സർവൈവലിന് വേണ്ടി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഏതെല്ലാം റിപ്പോർട്ടിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ദ കോസ്റ്റൽ കേരള നാട്ടിൽ കടലോരത്ത് റേഡിയേഷൻ, ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഇസ് 3 times നോർമൽ. 3 ഇരട്ടി അത്രയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒരു ഫിക്ഷണലാണ്. അങ്ങനെ ഒരു ഫിക്ഷനാണ് ഈ ആൻഡ്രൂ എൻ്റെ ലൈഫിൽ വരുന്നത്. ഒരു കൊക്കേഷ്യനായിട്ട് നമുക്ക് മാച്ച് വരാം. 3000 മാച്ച് എനിക്ക് അമേരിക്കയിൽ കിട്ടാന്ന് പറഞ്ഞാൽ ഫോർ എൻ ഇന്ത്യൻ ദാറ്റ്സ് അൺഹേർഡ് ഓഫ്. ഞാൻ ജീവിക്കുന്നത് 2 DNA ആയിട്ടാണ്. എൻ്റെ സ്കിന്നും ഇതെല്ലാം സ്വന്തം ഞാൻ ജനിച്ചു വീണ DNA. എൻ്റെ ബ്ലഡിലെ DNA ആൻഡ്രൂവിൻ്റെ DNA ആണ്. MD ആൻഡേഴ്സൺ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു സംഭവം, ഒരു ഹോസ്പിറ്റലാണ്. അതിൽ കൂടുതൽ ട്രാൻസ്പ്ലാന്റ് വേറെ ലോകത്ത് ആരും ചെയ്യില്ല. അവർക്ക് പോലും ഇല്ലാത്തൊരു അനുഭവമാണ് ഒരാൾക്ക് ഇത്രയും ഒരു മാച്ച് ഉണ്ടാവും. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് മേ ബി ദർ ഇസ് വൺ പേഴ്സൺ, ഒരാൾ എൻ്റെയും അവൻ്റെയും ആൻസെസ്റ്ററായി. Soon I would be facing the most difficult struggle of my life, crossing a new ocean filled with dangers. Still I told myself to paddle and confront the deadly waves head on to make it to shore. ഒരു തിങ്കളാഴ്ച ദിവസമാണ് സാറിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നത്. സിൽക്ക് ആൻഡ് ക്ലേ എന്നുള്ള പുസ്തകം തന്നെ തുടങ്ങുന്നത് സാറിൻ്റെ ഒരു അത്തരത്തിലുള്ള ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ്. അതായത് ഡോക്ടർ ദീപക് തെക്കൂട്ടിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. അതായത് ഒരു വലിയ ഒരു കാർഡിയോളജിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത്, അതായത് ഒരു ഡോക്ടറുടെ ഗൗണിൽ നിന്നും ഒരു ഹോസ്പിറ്റൽ ഡ്രസ്സിലേക്ക് പെട്ടെന്ന് മാറുന്ന ഒരു സിറ്റുവേഷൻ. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണല്ലോ. കാരണം ആ മാറ്റം അത് ആദ്യം തന്നെ ഈ പുസ്തകം തുടങ്ങുന്നത് പിന്നെ ആ ഡയഗ്നോസിസിലേക്ക് പോകുന്ന നിമിഷങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ മാറ്റം തുടക്കം എങ്ങനെയാണ്? അത് ആദ്യത്തെ ഒരു സിംറ്റംസും ഇതൊക്കെ സാറിന് പെട്ടെന്ന് എങ്ങനെയാണ്? ഒരു ഡോക്ടറും കൂടിയാണല്ലോ, ഒരു സാധാരണ മനുഷ്യനല്ല. അപ്പൊ എങ്ങനെയാണ് അത്? ആ ഫീലിംഗ് എങ്ങനെയായിരുന്നു? അത് ഒരു സ്ട്രേഞ്ച് ഡേ. അത് 2018 ഫെബ്രുവരി 26, 26-ാം തീയതി സൺഡേ. അതിന് പിന്നിലത്തെ വീക്കെൻഡ് ഞാനും വൈഫും കൂടി ഹ്യൂസ്റ്റണിൽ പോയി. പ്രോബ്ലംസ് നമ്മൾ വന്ന് തിരിച്ചു വന്ന് മൺഡേ മോർണിംഗ് രാവിലെ എണീറ്റ് പണിക്ക് പോയി. അപ്പോൾ മൺഡേസ് നമ്മളൊരു ലൈറ്റ് ഡേ ആയിട്ട് വെക്കും. അത് ഈ എസ്പെഷ്യലി ആ മൺഡേ ഒരു ലൈറ്റ് ഡേ ആയിരുന്നു. വെയിൻ പ്രൊസീജിയർ എന്ന് പറയും നമ്മൾ. വെയിൻ അബ്ലേഷൻ എന്നെല്ലാം പറഞ്ഞ് അത്
ഒരു കാർഡിയോളജിസ്റ്റ്, ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റിന് അതൊരു ഈസി ഡേ ആണ്. നമ്മൾ ഹാർട്ടിനുള്ളിലല്ല, ഒന്നാമത് ഹാർട്ടിന്റെ പുറത്താണ് പണിയെടുക്കുന്നത്, അപ്പോൾ റിസ്ക് കുറവാണ്. അങ്ങനെ ഒരു ദിവസം അപ്പോൾ അവൾ ഹോൾ മോർണിംഗ് വാസ് ഫൈൻ, ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആഫ്റ്റർനൂൺ വന്നു, 1 o'clock, 1 മണി, 2 മണി, 3 മണി, പ്രശ്നങ്ങളില്ല. 4 മണിക്കാണ് എനിക്ക് വളരെ പരിചയമുള്ളൊരു ലേഡിയാണ്, ഒരു 70s ആയിട്ടുള്ളവർ. അപ്പോൾ നമ്മളിങ്ങനെ കുശലം പറയണ പോലെ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ പേഷ്യൻ്റ് ഇങ്ങനെ കിടക്കണം, ഞാൻ സൈഡിലിരിക്കണം. അപ്പോൾ ലെഗെല്ലാം പ്രിപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ലെഗിലേക്ക് നമ്മൾ അങ്ങനെ വെയിനിലേക്ക് ഒരു ആക്സസ് എടുക്കും. ആ ആക്സസ് എടുക്കുന്ന നേരത്താണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ റൈറ്റ് ലെഗ് ഒരു ക്രാമ്പ് അടിച്ച പോലെ. അപ്പോൾ അതുവരെ നമുക്ക് നോ സിംറ്റംസ് ഒന്നുമില്ല. ആ ക്രാമ്പ് ഞാൻ ആദ്യം വിചാരിച്ച് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണൽ ട്രെയിനറുകളുണ്ട്, അവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഡോക്ടേഴ്സും പേഴ്സണൽ ട്രെയിനേഴ്സും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വർക്കൗട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു ക്രാമ്പ് അതിൻ്റെ നമ്മൾ സ്ട്രെച്ച് ചെയ്താൽ മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്റ് സ്റ്റോപ്പ് എവറിത്തിങ്, ലെറ്റ് മീ ഗെറ്റ് ഔട്ട് ആൻഡ് സ്ട്രെച്ച്. അങ്ങനെ ഞാൻ സ്ട്രെച്ച് ചെയ്ത് പുറത്ത് വന്നു. എൻ്റെ ഓഫീസ് നെക്സ്റ്റ് ഡോർ. അപ്പോൾ സ്ട്രെച്ച് ചെയ്തു. ആ സ്ട്രെച്ച് ചെയ്ത് എനിക്ക് ഓർമ്മയുള്ളൂ ഒരു 30 secondsനുള്ളിൽ ഇറ്റ് ബിക്കം വെരി പെയിൻഫുൾ ലാണ്ടായി, അതായത് അൺബെയറബിൾ പെയിൻ. അത് നമ്മളൊരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രോസസ്സ് ചെയ്യണത് എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പെയിൻ കാലുമ്മൽ വരും. അപ്പോൾ പിന്നെ ഇമ്മീഡിയറ്റ്ലി ഐ വാസ് ഓൺ ദ ഫ്ലോർ, അത്രയും ബാഡ് പെയിൻ. പിന്നെ നഴ്സുമാർ വന്ന് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ പാർട്ട്ണർ വന്നു, അയാൾ വിചാരിച്ചു ഇത് ഡിസ്ക് പ്രൊലാപ്സ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഡിസ്ക് പ്രൊലാപ്സ് ആയാൽ ഭയങ്കര ഷൂട്ടിങ് പെയിൻ വരും. അപ്പം എന്തായാലും എമർജൻസി റൂമിൽ പോയത് ഡിസ്ക് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു ആയിരിക്കും ഡിസ്കിൻ്റെ ആയിരിക്കും വിചാരിച്ചു. ആ മൊമെന്റിലാണ് പിന്നെ നമ്മൾ ആ പ്രൊസീജിയർ നിർത്തി എമർജൻസി റൂമിൽ പോയി. എമർജൻസി റൂമിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരല്ലേ, അവിടെ എത്രയോ കൊല്ലങ്ങളായിട്ട് ഞാൻ അവിടെ പണിയെടുക്കുന്നത്. കാർഡിയോളജിസ്റ്റാണ്, അവിടുത്തെ മെഡിക്കൽ ഡയറക്ടറാണ്. അപ്പം എല്ലാവർക്കും എന്നെ അറിയാം. അവിടെ ചെന്നിട്ട് പിന്നെ അവർ ബ്ലഡ് വർക്കും കാറ്റ് സ്കാനും എല്ലാം ചെയ്തു. പെട്ടെന്ന് പിന്നെ ഇൻട്രവീനസ് ആയിട്ട് മെഡിക്കേഷൻസും പലതരം മെഡിസിൻസും. പക്ഷെ പെയിൻ കൺട്രോൾഡ് ആവണില്ല. ഞാൻ ബുക്കിൽ ചെയ്തിട്ട് ഇറ്റ് ഗേവ് മി എ ഡ്രൈ മൗത്ത്, അത്രയും ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും മാറിയില്ല. എന്നിട്ടാണ് നമ്മളൊരു പരിചയക്കാരനായ അവിടുത്തെ കൺസൾട്ടൻറ്റ് വന്നിട്ട് പറഞ്ഞത്, ഡോക്ടറെ നിങ്ങൾ ബ്ലഡ് കൗണ്ടിൽ പ്രശ്നമുണ്ട്, മറ്റു കാറ്റ് സ്കാനിലൊന്നും പ്രശ്നമില്ല. ബ്ലഡ് കൗണ്ട് ഒരു 85,000-86,000 കാണുന്നത്. അപ്പോൾ അലാം ബെൽസ് നമുക്ക് തുടങ്ങി. അതെന്താ അങ്ങനെ വരാൻ കാരണം? അപ്പോൾ ഇൻഫെക്ഷൻ വരാം, പക്ഷെ ഇത്ര വരില്ല. ക്യാൻസറാണ് ഇത്രയും വരണ്ടെങ്കിൽ. അപ്പോൾ അയാൾ തന്നെ വിചാരിച്ചു ഇതിലെന്തോ തെറ്റുണ്ട്. അയാൾ പറഞ്ഞു ദീപക് നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ബെഡിൽ കിടക്കുകയാണ്. എൻ്റെ കൂടെ അപ്പോൾ വൈഫൊന്നുമില്ല, വൈഫിനൊന്നും അറിയില്ല. എൻ്റെ ഒരു നഴ്സ് പ്രാക്ടീഷണർ ഉണ്ട്, പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ അയാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ബ്രണ്ട് ജിഫ്രി എന്നാണ് ഈ ഡോക്ടറുടെ പേര്. ബ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഓക്കെ ലെറ്റ്സ് റിപ്പീറ്റ്. അപ്പോൾ ടെക്നീഷ്യൻ വന്ന് ബ്ലഡ് എടുത്ത് പോയി. പിന്നെ അവിടെ ആകുമ്പോൾ 5 മിനിറ്റുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ആ 5 മിനിറ്റുള്ളിൽ റിസൾട്ട് കിട്ടുമ്പോൾ എക്സാക്ട് സെയിം റിസൾട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അയാൾക്കും മനസ്സിലായി ഇതൊരു ഫോൾസ് റിസൾട്ട് അല്ല, ഇതൊരു ട്രൂ റിസൾട്ടാണ്. അത് നോക്കിയപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മൈലോസൈറ്റ്സ് എന്ന് പറയും, മൈലോബ്ലാസ് എന്ന് വെച്ചാൽ അത് മൈലോയിഡ് ലുക്കീമിയയുടെ ഭാഗമാണ്. അപ്പോൾ ആ മൊമെന്റിലാണ് നമുക്കിത് ശരിക്കും ഇതൊരു അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്നുള്ള ഡയഗ്നോസിസ് എൻ്റെ മനസ്സിലും വന്നു, അവർക്കും വന്നു. That was a very strange moment. ഇപ്പോൾ നമ്മൾ when you go back to that moment, it's still very heavy. കാരണം at that very moment your life changes, everything about you changes. Then you become a cancer patient right there. Then if you survive, you become a cancer survivor. Your life that afternoon, that evening changes the trajectory of one's life. നമ്മുടെ ലൈഫിന്റെ പാത്ത് തന്നെ അങ്ങ് മാറ്റല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോൾ റിവേഴ്സൽ ആയി. അതെ, അതായത് പെട്ടെന്ന് ഡോക്ടർ രോഗിയായി മാറുക. അതെ. അപ്പം ഈ സമയത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു അതൊരു ഷോക്കിംഗ് മൊമെന്റ് ആണ്. അതാർക്കായാലും, ഡോക്ടർക്കായാലും രോഗിക്കായാലും ഒക്കെ തന്നെ. പക്ഷെ ഒരു ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്നുള്ള ഒരു ഫിസിഷ്യൻ എന്നുള്ള രീതിയിൽ സാറിന് അത് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്? ആ ഷോക്ക്, അതായത് ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന, അതായത് ഏത് ആൾക്കാർക്കായാലും ഒരു നമ്മുടെ ഭാവികളിലെ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സമയമാണല്ലോ. സാറിന് അത് ആദ്യത്തെ ഫീലിംഗ് എന്തായിരുന്നു? അതൊരു എക്സിസ്റ്റൻഷ്യൽ ഫീലിംഗ് ആണ്. അതായത് അത് ആരായാലും, ഡോക്ടറായാലോ എഞ്ചിനീയർ ആയാലോ ഇനി ഫൈനാൻസിൻ്റെ ആളായാലോ, then you become a common man.
അറ്റ് ദാറ്റ് മൊമെന്റ് യു ആർ നോട്ട് എ ഡോക്ടർ എനിമോർ. നമ്മൾ പിന്നെ ഡോക്ടറല്ല, ആരുമല്ല, നമ്മളൊരു പേഷ്യൻ്റായി. അതായത് നൗ യു സീ ലൈഫ് ഡിഫറെൻ്റ്. ആ നേരത്ത് പിന്നെ നമ്മൾ ലൈഫ് വേറെ തന്നെ കാണണം. നമ്മുടെ പഴയ പാസ്റ്റ് ഹാസ് നോ ബെയറിങ്. നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും. ക്യാൻസറിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും ഡോക്ടർ ആയതുകൊണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതേ സമയം തന്നെ നമ്മൾ ക്യാൻസർ പേഷ്യൻ്റ് ആയി. അപ്പോൾ ഞാനും ഇപ്പോൾ സജീവിന് ക്യാൻസർ വന്നാൽ ഞാനും സജീവ് ഒരേപോലെ. പിന്നെ അതിൽ വേറെ വ്യത്യാസമില്ല. യു ആർ എ സെയിം ട്രൈബ്. എല്ലാവരും ക്യാൻസർ പഠിക്കുന്ന എല്ലാവരും ഒരു പാർട്ട് ഓഫ് എ സെയിം ട്രൈബാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ ഡോക്ടറായി എന്നുള്ളതിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ശരിക്കും ഒരു ഫണ്ടമെന്റലി ചേഞ്ചസ് ചെയ്യും. നമ്മളൊരു പേഷ്യൻ്റായി. ഡോക്ടർ എന്നുള്ളത് പദവി മാറ്റിയിട്ട് നമ്മൾ പേഷ്യൻ്റ് ആയിട്ടുള്ള, പിന്നെ നമ്മൾ അങ്ങനെയാണ് ആലോചിക്കുന്നത്. പിന്നെ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേറെ സ്പെഷ്യൽ എന്താ പറയാ കുറച്ച് പരിഗണനയെല്ലാം കിട്ടും മറ്റു ഡോക്ടേഴ്സെല്ലാം. അത് നാച്ചുറലാണ്. പക്ഷേ എസെൻഷ്യലി ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ചേഞ്ച്. നമ്മൾ മാറും. അതോടുകൂടി നമ്മുടെ ട്രജക്ടറി ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫിന്റെ പാത്ത്, നമ്മളെങ്ങനെ ഫ്യൂച്ചറിനെ കാണുന്നു, നമ്മുടെ വിഷൻ എന്താണ്, നമുക്കിനി എന്താണ് ചെയ്യേണ്ടത്, എല്ലാം മാറും. ഇത് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പലതരം ക്യാൻസറുകളെ കുറിച്ചും ഒക്കെ തന്നെ ഒരു കാർഡിയോളജിസ്റ്റ് ആണെങ്കിൽ തന്നെയും അതിനെക്കുറിച്ചൊക്കെ ഒരു അറിവുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ലുക്കീമിയ എന്ന് പറയുന്നത് ഒരു ക്യാൻസറുകളിൽ തന്നെ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു രോഗമായിട്ടൊക്കെയാണ് നമ്മൾ പൊതുവെ ലേമൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു തോട്ട് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഉണ്ടായത്? അതെ, ലുക്കീമിയ പറഞ്ഞാൽ ഇറ്റ് ഈസ് വേഴ്സ്റ്റ് ടു ദ വേഴ്സ്റ്റ്. ഇപ്പോഴും സ്പെഷ്യൽ ഇപ്പൊ യങ് ചിൽഡ്രന് ലുക്കീമിയ ഇസ് ക്യൂറബിൾ. പക്ഷെ അഡൾട്ട്സിന് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു മേജർ ഒരു ഇഷ്യൂ ആണ്. അതായത് 50% ആൾക്കാർ മരിക്കാവുന്ന ഒരു ക്യാൻസറാണ്. അതൊരു വലിയൊരു മോർട്ടാലിറ്റി റേറ്റ് ആണ്. പക്ഷെ അതെൻ്റെ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ നേരത്ത് മോർട്ടാലിറ്റിനെ പറ്റിയല്ല ചിന്തിക്കുന്നത്. എൻ്റെ ഒറ്റ ചിന്ത എന്ന് വെച്ചാൽ എൻ്റെ വൈഫും എൻ്റെ മോനും എങ്ങനെയാണ് അതായത് ഞാൻ അസ്യൂംഡ് ഐ ഹാവ് എ ചാൻസ്, നമ്മൾ മരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പേടിയൊന്നും ഉണ്ടായില്ല. ഭയം എന്നുള്ളത് എടുത്തേ പോയില്ല. അതുപോലെ ആശങ്ക എന്ന് വെച്ചാൽ നമുക്കത് ഫേസ് ചെയ്യണം. പക്ഷെ എന്ന് വെച്ചിട്ട് ആ മൊമെന്റിൽ എനിക്ക് അങ്ങനെ ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാലോ, ഇപ്പൊ പ്രശ്നമായല്ലോ, എങ്ങനെയാ, ഹൗ ഇസ് മൈ വൈഫ് ഗോയിങ് ടു ടേക്ക് ദിസ്. അപ്പോൾ ലൂയിസിയാനയിക്കുമ്പോൾ വൈഫ് വർക്ക് ചെയ്യണില്ല. ഇവിടെ ന്യൂയോർക്കിൽ വർക്ക് ചെയ്തിരുന്നു. മോനാണെങ്കിൽ അന്ന് അമേരിക്കയ്ക്ക് പുറത്ത് മെഡിക്കൽ കോളേജിൽ പഠിക്കണം. അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ അതാണ് എൻ്റെ മനസ്സിലുള്ള എന്താ പറയുക, നമുക്കുള്ളൊരു വറി. എനിക്കെന്ത് പറ്റുന്നുള്ളത് അങ്ങനെ ഒരു സെക്കൻഡറി തോട്ട്. അത് എന്നെ ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർ ചോദിച്ചിരുന്നു, അതെങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അത് നമ്മുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഒരു ഇതാണ് തോന്നുന്നത്. നമ്മൾ വന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, നാട്ടിൽ ജനിച്ചു വളരുമ്പോൾ നമ്മൾ കണ്ടമാനം പോവർട്ടി എല്ലാം കണ്ട്, കണ്ടമാനം ഡെത്ത്സ് കണ്ടുവിടാൻ ഇന്ത്യയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ. അപ്പം നമുക്കൊരു എന്താ പറയുക, നമ്മുടെ മനസ്സിന് വി കുഡ് ടേക്ക് ദാറ്റ് ഷോക്ക്. നമുക്കത് ആ ഷോക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവഞ്ച്വലി അതിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം വരുമ്പോൾ നമുക്ക് ഫീലിങ്സ് എല്ലാം വരും. പക്ഷെ ആ വെരി മൊമെന്റിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് ദാറ്റ് പെർട്ടിക്കുലർ മൊമെന്റ്, നമ്മൾ ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് മിഡിൽ സെഗ്മെന്റ് എനിക്ക് ഭയം ഉണ്ടായിട്ടില്ല. ഈ ഭയം ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും അതൊരു തരം ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലേ സാറിന്റെ? അതായത് അതുവരെയുള്ള ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഒരു ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ഡോക്ടർ ദീപകിന്റെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ ഒരു ചെറിയൊരു ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനം ഉണ്ടാക്കിയോ? അതും ഉണ്ടാവും, ഉറപ്പാണ്. അത് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കണം, കാരണം അല്ലാതെ ഉണ്ടാവില്ലല്ലോ. നമ്മളെന്തായാലും ഡോക്ടറാണ്. അവിടെ ഞാൻ ആ ഓർഗനൈസേഷൻ കൊണ്ടു നടക്കുന്ന ആളാണ്. ഞാനെന്താ ഹോസ്പിറ്റലിന്റെ കാർഡിയോളജിയുടെ ചാർജാണ്. കുറേ കാര്യങ്ങൾ നമ്മുടെ കമ്പനിയിൽ തന്നെ ഒരു മേജർ പ്ലെയർ ആയിരുന്നു ഞാൻ. അങ്ങനെ അപ്പൊ കുറെ കാര്യങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു. അത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും ഉണ്ടാവും, അത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷെ അത് മാനിഫെസ്റ്റ് ചെയ്തില്ല. എനിക്ക് ആ നേരത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ മാനിഫെസ്റ്റേഷൻ ഫാമിലിയെ കുറിച്ചുള്ള പറയും. പിന്നെ വേറൊരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു മെമ്മറി വെച്ചാൽ നമ്മളെ ഹോൾ ലൈഫ്, അത് ചെറുപ്പത്തിൽ നമ്മൾ കടപ്പുറത്ത് ജനിച്ചു വളർന്ന് ആ ലൈഫ് തൊട്ട് മെഡിക്കൽ കോളേജിൽ പോണ്, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത്, പിന്നെ ഇംഗ്ലണ്ടിൽ പോണ്, അതെല്ലാം ഇങ്ങനെ നമ്മളൊരു ക്യാൻവാസിൽ ഇങ്ങനെ സ്ലോലി പുള്ളോവുമായി
അതായത് നമ്മളതൊരു ഒരു ഒരു യുണീക്ക് ഫീലിംഗ് ആയിരുന്നു. അത് ഞാൻ ബുക്കിൽ ചെയ്തിട്ടുണ്ട്. ഒരു ക്യാൻവാസിൽ നമ്മളെ പഴയ ലൈഫ് സ്റ്റോറി ഇങ്ങനെ പോവാം പതുക്കെ. ഞാനങ്ങനെ അത് വാച്ച് ചെയ്യുക. അപ്പൊ അതെന്തായാലും അതൊരു ഷോക്കിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ. അതായത് നമ്മൾ ഷോക്ക്ഡായി ബോഡി. അല്ലാതെ നമ്മൾ ലൈഫിൽ ഡെത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ്. അതായത് നമ്മൾ മൊർട്ടാലിറ്റി ആണിത്. ക്യാൻസറിൽ ഇപ്പൊ എവിടെ ഏറ്റവും വലിയ ക്യാൻസർ ഹോസ്പിറ്റലിൽ പോയാലും, ഈവൺ MD ആൻഡ്രൂസ് ഞാൻ പോയ ഹോസ്പിറ്റലിൽ പോയാലും ഒരു 40-50% ഇപ്പോഴും മോർട്ടാലിറ്റി ഉണ്ട് ലുക്കീമിയക്ക്. അപ്പോ ഡെഫിനറ്റ്ലി അതെല്ലാം പാർട്ട് ഓഫ് ദാറ്റ് ഷോക്ക് അതുണ്ടാവും എന്തായാലും. ഈ മൺഡേ പറഞ്ഞല്ലോ, ഒരു ഫെയ്റ്റ്ഫുൾ ആയിട്ടുള്ള മൺഡേ, അതിന് മുമ്പുള്ള ദിവസം തൊട്ട് ഇത് ഈ ലുക്കീമിയാണെന്ന് കൺഫേം ചെയ്യുന്ന ദിവസം വരെ എത്ര ദിവസത്തെ ഒരു ടെൻഷൻ ഉണ്ട് ഡോക്ടറെ ഇതില്? അത് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഹൈ സ്ട്രെസ് ജോബാണ്. അതായത് നമ്മൾ ആൾക്കാർ ഹാർട്ടിനുള്ളിൽ പോകണം, പിന്നെ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ആൾക്കാർ മരിക്കാൻ പോണ നേരത്തെ നമ്മൾ അത് ഇടപെടുന്നത്. പിന്നെ അമേരിക്കയിലാവുമ്പോൾ ലീഗൽ റിപ്പർക്കഷൻസും എല്ലാം നമ്മൾ എവരിത്തിങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെതായിട്ടുള്ള സ്ട്രെസ് എന്തായാലും ഉണ്ട്. പിന്നെ എനിക്ക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, ഈ ഓർഗനൈസേഷൻ നടത്തുന്നത്, അതിൻ്റെ സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും സ്ട്രെസ്ഫുള്ളാണ്. അമേരിക്കയിൽ നമ്മൾ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ എനി ജോബ് അത് ഇറ്റ് കംസ് വിത്ത് സർട്ടൻ സ്ട്രെസ്. അതില്ലാതെ അവിടെ നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല. പക്ഷെ മാനേജബിൾ ആയിരുന്നു. നമുക്ക് കണ്ടമാനം സ്റ്റാഫ് ഉണ്ടായിരുന്നു, എംപ്ലോയീസ് ഉണ്ടായിരുന്നു, അവർ നമുക്ക് ഡെപ്യൂട്ട് ചെയ്യാം ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഐ വാസ് ആക്ച്വലി എൻജോയിങ് മൈ ജോബ്. നമ്മൾ അവിടെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ ഈ കാത്ത് ലാബ് സെറ്റപ്പ് ചെയ്ത് കണ്ടമാനം ആൾക്കാരെ രക്ഷിക്കുന്നത്, അപ്പോൾ കമ്മ്യൂണിറ്റി നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു വേറെ തന്നെ ഒരു യുണീക്ക് സ്പോട്ടിലായിരുന്നു. അതായത് ഐ വാസ് എൻജോയിങ് മൈ ജോബ്. അപ്പോഴാണ് ഈ ഒരു എന്താ പറയുക സഡൻ ട്രാൻസ്ഫോർമേഷൻ, പെട്ടെന്നുള്ളൊരു ഈ ചേഞ്ച് വരുന്നത്. ഈ ക്യാൻസർ ആണെന്ന് സാറ് പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. കാരണം ഇത് ഒരു റഷ് ഉണ്ടല്ലോ, ഇത് ക്യാൻസർ ആണെന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റഷ് ഉണ്ട്. അത് ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. കാരണം അതിൽ ഒരുപക്ഷെ ഒരു സാധാരണ രോഗിക്ക് കിട്ടുന്നതിനെക്കാട്ടും കൂടുതലുള്ള പ്രിവിലേജ് ഡോക്ടർക്ക് കിട്ടിയിട്ടും ഉണ്ടാവും. പക്ഷേ നമ്മൾ തന്നെ സ്വയം എടുക്കേണ്ടതായിട്ടുള്ള മാനസിക പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, അത് ഏത് രോഗിയും സാർ നേരത്തെ പറഞ്ഞ പോലെ X ആയാലും Y ആയാലും ഒക്കെ ഒരേപോലെയുള്ള ഒരു മാനസികാവസ്ഥയാണ്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഡോക്ടർ എന്നുള്ള രീതിയിലല്ല, അതൊരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ സാർ എങ്ങനെയാണ് അത് എത്തിച്ചേർന്നത് അതിനകത്തേക്ക്? അതിലാണ് ഫാമിലി സപ്പോർട്ട് ഇമ്പോർട്ടൻസ് ആയത്. അതായത് ഞാനത് ഐ ലീൻഡ് ടുവേഴ്സ് മൈ വൈഫ്. വൈഫ് ഭയങ്കര സ്പിരിച്വലാണ്. ആ മൊമെന്റ്, ആ സന്ദർഭങ്ങളിൽ യു നീഡ് ഹെൽപ്പ് അല്ലേ. നമ്മൾ സ്വന്തമായിട്ടുള്ള നമ്മുടെ കപ്പാസിറ്റിക്ക് നമ്മൾ എത്ര സ്ട്രോങ് ആയാലും ഇറ്റ് വിൽ ഷേക്ക് യു. നമ്മൾ ഷേക്ക്, കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ മോർട്ടാലിറ്റീനെ ഫേസ് ചെയ്യുക. അപ്പോൾ ദെൻ ഐ ഡിപ്പെൻഡഡ് ഓൺ മൈ വൈഫ് ടു ഗിവ് മീ കറേജ്. അതായത് വൈഫ് പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. വൈഫ് പറഞ്ഞു ഇതൊന്നും പ്രശ്നമല്ല, നമുക്ക് ഫേസ് ചെയ്യാം. നമ്മൾ അപ്ബ്രിങ്ങിങ്ങിൽ നമ്മൾ ഈ ഡിഫിക്കൽട്ടീസ് കാണുമ്പോൾ ചുറ്റുപാടും നമുക്കൊരു എന്താ പറയുക, ഒരു സം കറേജ് നമ്മളിൽ ഉള്ളിലുണ്ട്. അത് ആ നേരത്തെ മാനിഫെസ്റ്റ് ചെയ്യും, ഇത് നമുക്ക് ഫേസ് ചെയ്യാം. അപ്പോൾ ഒരു സംഭവമുണ്ട്, ഒരു കുറച്ച് കറേജ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് വൈഫിൻ്റെ ഒരു കോൺഫിഡൻസ്. വൈഫ് പറയാണ് ഇത് നമുക്ക് പ്രശ്നമല്ല, വിൽ ഫേസ് ഇറ്റ്. അങ്ങനെ വൈഫ് മോനെ വിളിക്കുന്നു, മോനും പറയുന്നത് തന്നെയാണ്, മോൻ ഫാദർ ഹാസ് ടേക്കൻ കെയർ. അച്ഛൻ നമ്മളെ ഇത്ര നാൾ നോക്കി, ഇനി നമ്മൾക്ക് അച്ഛനെ നോക്കുക, ദ ബെസ്റ്റ് വി ക്യാൻ. അപ്പൊ അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ, മനസ്സിനൊരു സന്തോഷം. ഇതെല്ലാം നമുക്ക് ഫേസ് ചെയ്യാം എന്നുള്ള പോലെ ഒരു ഫീലിംഗ് വരുന്നു. അതാണ് അന്ന് ശരിക്കും ആ ഫസ്റ്റ് ഡേയിലത്തെ നമ്മുടെ എന്താ പറയാ. പക്ഷേ ഈ ഒബിയസ്ലി 100% ഒരിക്കലും നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടില്ല. അത് പിന്നെ പതുക്കെ നമ്മൾ ആ ജേർണി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവോൾവ് ചെയ്യാം സ്ലോലി. പിന്നെ അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അത് നാച്ചുറൽ. പൊതുവെ നമ്മളെ ഡോക്ടർമാരുടെ ഒരു പൊതു സമൂഹം കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ഒരു ക്ലിനിക്കൽ ഡിറ്റാച്ച്മെന്റ്, അതായത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിലും കൂടിയാണല്ലോ ഡോക്ടർ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു വളരെ സബ്ജക്റ്റീവായിട്ടൊരു കാര്യത്തിനെ സമീപിക്കാൻ പറ്റില്ല. അതായത് ഇമോഷൻ മാറി നിൽക്കും. പക്ഷെ ഡോക്ടറുടെ ഈ പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് മുഴുവൻ അതൊരു ഇമോഷണൽ അക്കൗണ്ടാണ്. വളരെ ഹൃദയാലുവായിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റിന്റെ ഒരു അണ്ടർലൈങ് ഒരു ത്രെഡ് അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ശരിക്കും ഡോക്ടർമാരെന്ന് പറയുന്നതിൽ അങ്ങനെ ട്രെയിനിങ്ങിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? കാരണം ഒരു ഡിറ്റാച്ച്മെന്റ്, അതായത് ഒരു സയന്റിസ്റ്റിനെ പോലെ മാറി നിന്ന് നോക്കുക, ഒരു ഒബ്ജക്റ്റീവ്
റീസണിങ് ആണോ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത്, അല്ലാതെ സബ്ജക്റ്റീവായിട്ട് കാണുന്നതും കൂടി അതിന്റെ ഭാഗമാണോ? അത് രണ്ട് ആൻസർ ഉണ്ടായിരുന്നു. അത് ഒന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് വളർന്നു പോകണം. പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമാണ്. അപ്പോൾ എനിക്ക് 3 ഡിഫറെന്റ് എക്സ്പോഷർ ഉണ്ടായി എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ. ഇന്ത്യയിൽ നമ്മൾ കുറേ ട്രാജഡീസ് കണ്ടു അല്ലേ. നമ്മളിപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണെങ്കിൽ എത്രയോ സ്റ്റാബിങ്സ്, എത്രയോ സൂയിസൈഡ്സ്, ആക്സിഡൻസ്, എന്തെല്ലാം നമ്മൾ. അപ്പോൾ നമ്മളതിൽ നമ്മൾ ഇന്ത്യയിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതൊരു നോർമൽസി ആയി മാറി. അത് കഴിഞ്ഞ് നമ്മൾ ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ കുറച്ച് കാണും നമ്മൾ സൂയിസൈഡ്സ് എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ സ്റ്റാബിങ്സും ഗൺസും അവിടെ ഇല്ല. അമേരിക്കയിൽ പോകുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഒരു കൾച്ചർ. അപ്പോൾ എൻ്റെ മെഡിക്കൽ ട്രജക്ടറി, എൻ്റെ മെഡിക്കൽ ലൈഫ് ഈസ് എ മിക്സ്ചർ ഓഫ് ഓൾ ദീസ്. പക്ഷേ ഈ എംപതി എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് ടീച്ച് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്യണം. അതിൽ എൻ്റെ ഗ്രാൻഡ് മദർ ഒരു വലിയൊരു ഫാക്ടറായിരുന്നു. അതൊരു ഷീ വാസ് ഫുൾ ഓഫ് ലവ് ഫോർ അതേഴ്സ്. അത് കണ്ടു വളർന്ന് എൻ്റെ മോനെ നീ ഇതെല്ലാം ചെയ്യണം, എല്ലാവർക്കും ഉപകാരം ചെയ്യണം, വേറെ ഒന്നും പറയില്ല, ആൾക്കാരെ നീ സേവിക്കണം, ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞ് പക്ഷേ ഇറ്റ് ഈസ് എംബെഡഡ് ഇൻ മീ ടു ഹെൽപ്പ് പീപ്പിൾ. പക്ഷേ അത് പീപ്പിൾ അണ്ടർസ്റ്റുഡ് ദാറ്റ്. അവിടെ ഞാൻ വർക്ക് ചെയ്യണ സ്ഥലത്ത് ദേ ന്യൂ ദാറ്റ് ദിസ് മാൻ കൻ ഹെൽപ്പ് യു. ഇയാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, കെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയൊരു പ്രാക്ടീസും എനിക്കുണ്ടായിരുന്നു. കമ്മിങ് അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മളെ ഹാർട്ട് നന്നായാൽ അത് ഇറ്റ് വർക്ക്സ് ബോത്ത് വേസ്. ഇത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യണം, അതിനൊരു റിവേഴ്സ് എനർജി നമുക്ക് കിട്ടും അല്ലെ. കർമ്മ എന്ന് പറയുന്നത് അതല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ്, അങ്ങനെ ഒരു കർമ്മ എനിക്ക് കിട്ടി ഇതിൽ. എൻ്റെ ഈ ക്യാൻസർ ജേർണിയിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് സമയത്ത് നമ്മൾ വളരെ വിഷമപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ട്രാൻസ്പ്ലാന്റിന് വളരെ യങ് ആയിട്ടുള്ള ഒരാളെ കിട്ടണം. അത് കർമ്മയുടെ ഒരു ഇഫക്റ്റ് ആണ്. പുസ്തകത്തിന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് നോൺ ഫിക്ഷൻ ആണിത്. കാരണം ഒരു സാധാരണ നോൺ ഫിക്ഷൻ പോലെ സാറിനെ പോലെ തന്നെയല്ല, അതായത് ഒരു കാർഡിയോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനോ മാത്രം വായിക്കാൻ പറ്റിയൊരു പുസ്തകമല്ല. സാധാരണക്കാരനെ വായിക്കാൻ വളരെയധികം ആങ്സൈറ്റി ഉണ്ടാക്കുന്ന പുസ്തകം കൂടിയാണ്. അങ്ങനെയാണ് അതിൻ്റെ സാറിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ് നടന്നതെന്നുള്ളത്. അപ്പം അതിനകത്ത് സാർ തന്നെ പറയുന്നുണ്ട്. കാരണം ഈ ഓരോ തവണയും ഇപ്പം കീമോതെറാപ്പി ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ, അതായത് ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള പലതുമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്ന ആളാണ്. പക്ഷെ മോഡേൺ മെഡിസിൻ ഇതിന് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനും അത് കണ്ടുപിടിച്ചിരിക്കുന്ന ക്യൂർ ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ഇപ്പം ഉള്ള മരണനിരക്ക് എത്രയോ കുറയ്ക്കുന്നതിന് സഹായമായിട്ടുണ്ട്. എന്നാൽ പോലും ഒരു രോഗി എന്നുള്ള രീതിയിൽ ഇത് കാണുമ്പം അവിടെയെങ്കിലും ഒരു ഭയത്തിന്റെ സംഗതി വരുന്നുണ്ടായിരുന്നോ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയ സമയത്ത്? ഡോക്ടർക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങിയ സമയത്ത് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് പറയും ഈ ട്രീറ്റ്മെന്റ് തന്നെ കെൻ കിൽ യു. ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ നിങ്ങൾ മരിക്കാം, ക്യാൻസർ കൊണ്ട് മരിക്കാം. ക്യാൻസറിന്റെ ചികിത്സ കൊണ്ട് നമ്മളെ ബ്ലഡ് സെല്ലെല്ലാം പോയി അതിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ട് വേറെ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 തരത്തിൽ ലുക്കീമിയ ട്രീറ്റ്മെന്റിൽ നമുക്ക് മരിക്കാൻ ചാൻസ് ഉണ്ട്. ക്യാൻസർ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അഡ്വാൻസ് ചെയ്ത് മരിക്കും. ലുക്കീമിയ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അതൊരു ഡെഡ്ലി ട്രീറ്റ്മെന്റ് ആണ്. അതായത് ട്രാൻസ്പ്ലാന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 1 in 5 5 ആളിൽ ഒരാൾ ചികിത്സ കൊണ്ടേ മരിക്കുക. അത്രയും ഒരു ടോക്സിക് ട്രീറ്റ്മെന്റ് ആണ് ലുക്കീമിയയുടെ. അങ്ങനെ വേറെ കീമോതെറാപ്പി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഭയം ഇതിന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഡേ ടു ഡേ നമ്മളത് ഫേസ് ചെയ്ത് മൂവ് ഫോർവേഡ്. പിന്നെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ റിലീജിയസ് ആയിട്ടുള്ള ഇത് വായിക്കും, കേൾക്കും. ഗോസ്പൽ മ്യൂസിക് ഞാൻ കേട്ടിരുന്നു. ഹിന്ദു ആണെങ്കിലും ഐ ലിസൺ ടു ഗോസ്പൽ മ്യൂസിക്. മൃത്യുഞ്ജയ മന്ത്രം കേൾക്കും, പിന്നെ കുറെ വായിക്കും. അങ്ങനെ പിന്നെ കുറെ എഴുതും, ഒരു ജേണൽ പോലെ എഴുതി. അങ്ങനെയാണ് കുറെ ബുക്കിനെ ഹെൽപ്പ് ചെയ്തത്. നമ്മൾ അതിൽ നിന്ന് മനസ്സ് മാറ്റിയെടുക്കും. പക്ഷേ അത് നമുക്ക് ഒരിക്കലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് സാഡ്നെസ് ആൻഡ് ദാറ്റ് ഷോക്ക് ടു യുവർ സിസ്റ്റം, ആ ഷോക്ക് നമ്മുടെ സാഡ്നെസ്, പിന്നെ സ്കേർഡ് ഫോർ ലൈഫ്, ജീവിതം മറിയോ ഇതിന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇതിന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ ഇതെന്റെ രണ്ടാമത്തെ ഒരു പുനർജന്മമാണ് എന്നുള്ളൊരു ഫീലിംഗ് എന്തായാലും മനസ്സിലുണ്ടാവും. അതില്ലാതെ നമുക്ക് ഈ ലുക്കീമിയ ട്രീറ്റ്മെന്റ് രക്ഷപ്പെടാൻ പറ്റില്ല. ഡോക്ടർ ഈ പുസ്തകത്തിനകത്ത് ഒരുപാട് രോഗികളുമായിട്ടുള്ളതിനെ പറ്റിയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഇത്തരം ഒരു പെർട്ടിക്കുലർ ഘട്ടം വന്ന സമയത്ത് ഡോക്ടർക്ക് ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ അനുഭവം
കുറച്ച് കറേജ് തന്ന സന്ദർഭമുണ്ടോ? കാരണം ഡോക്ടർ ഇത്രയും രോഗികളെ ചികിത്സിച്ചതിന് ശേഷമാണല്ലോ ഇത്തരം ഒരു രോഗത്തിലേക്ക് വരുന്നത്. അപ്പം ഒരു രോഗിയുടെ കോൺഫിഡൻസ് സാറിന് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? പല സിറ്റുവേഷൻസും ഉണ്ട് കേട്ടോ. നമ്മൾ ഡെത്തിനെ വളരെ മുമ്പിൽ കണ്ടിട്ട് ഡെത്തിൽ നിന്ന് ആൾക്കാരെ പുൾ ചെയ്യുന്ന ഒരു ജോബല്ലേ നമ്മൾ ഇന്റർവെൻഷണൽ കാർഡിയോളജി പറഞ്ഞ മരിക്കുന്ന സമയത്താണ് നമ്മൾ ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. കാത്ത് ലാബ് ടേബിളിൽ ഇങ്ങനെ കാർഡിയക് അറസ്റ്റ് നടക്കുന്നത്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ വയറിടണം ബലൂടണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ബ്ലഡ് ഫ്ലോ എല്ലാം ശരിയാക്കി കഴിയുമ്പോൾ അവർ ഇരുന്ന് സംസാരിക്കുകയാണ്. എനിക്ക് അതേപോലെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു US ആർമിയിൽ ഒരു നേഴ്സായിരുന്ന ഒരു ലേഡിയാണ്, വളരെ പ്ലസൻ്റാണ്. അപ്പോൾ ഒരു വാൽവ് നമ്മൾ മാറ്റി, ആ വാൽവ് പിന്നെ ക്ലോഗ് ചെയ്തു. രണ്ടാമത്തെ വാൽവ് മാറ്റി, അതും ക്ലോഗ് ചെയ്തു. ഒരിക്കൽ 2019 ഞാൻ താങ്ക്സ് ഗിവിംഗ് ഡേ, അമേരിക്കയിൽ വലിയൊരു ഹോളിഡേയാണ്, ഞാൻ എൻ്റെ പാർട്ട്ണർ വീട്ടിലിരിക്കുക. അപ്പോൾ ഉടനെ കോൾ വന്നു, നിങ്ങൾ എമർജൻസി റൂമിൽ വരണം, നിങ്ങളുടെ പേഷ്യൻ്റ് ഇങ്ങനെ മൊഫാറ്റിൻ്റെ പേര്, മൊഫാറ്റ് ഇങ്ങനെ കാർഡിയക് അറസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വാൽവ് ഇങ്ങനെ തുറക്കേണ്ട വാൽവ് ഇത്രയേ തുറക്കണുള്ളൂ, അതും ക്ലോഗായി. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ ആണ്. ചിലപ്പോൾ മൂപ്പര് ഷോക്കാവും, പിന്നെ പൊന്തി വരും ഷോക്ക്. അപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല, അപ്പം തന്നെ നമ്മൾ എല്ലാ പ്ലാൻസും മാറ്റി കാത്ത് ലാബിലേക്ക് എടുത്ത് ഒരു സ്പെഷ്യൽ കാത്തറ്ററുണ്ട്, ഇമ്പല്ല എന്ന് പറയും, അതിട്ട് ബ്ലഡ് ഫ്ലോ ശരിയാക്കി. അത് ശരിയാക്കിയോടുകൂടിയിട്ട് ഷീ ബിക്കം എ ഡിഫറെൻറ്റ് പേഴ്സൺ. മരണത്തിനെ പേടിയില്ലാത്ത ഒരു നിങ്ങൾ എന്നെ കണ്ട സന്തോഷമുണ്ട്, ഈ ബ്ലഡ് ഫ്ലോ ശരിയായതിൻ്റെ സന്തോഷമുണ്ട്. അങ്ങനെ ഈ അമേരിക്കൻ്റെ ഒരു പ്രത്യേകത അതാണ്, അവർക്ക് ഭയങ്കര ധൈര്യമുള്ള ആൾക്കാരാണ്. പിന്നെ ആ ധൈര്യം വരുന്ന ഫെയ്ത്ത് എന്നാണ്. They are so faithful. അതായത് അങ്ങനെ whatever happens, ഇത് ദൈവം പറഞ്ഞിട്ട് നടക്കണം. അങ്ങനെ ഒരു എസ്പെഷ്യലി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് they are so faith based. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ഭയം എന്നുള്ളത് അവരുടെ അടുത്ത് പോയില്ല. അപ്പൊ അങ്ങനെ ഈ ഭയം പാടില്ലാത്ത ആൾക്കാരെ കണ്ടുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് ഉണ്ടായിരിക്കണം. ഡോക്ടറുടെ കാര്യത്തിൽ തന്നെ ഈ പുസ്തകത്തിന്റെ പേര് തന്നെ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പേരാണ്. മാത്രമല്ല നമുക്ക് മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്ക് കൂടുതൽ സിൽക്ക് ആൻഡ് ക്ലേ എന്ന് പറയുന്ന സമയത്ത് അത് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഫിലോസഫിക്കലാണ്, സ്പിരിച്വലും ആണ് അത്. അപ്പൊ ഇതൊരു ഹ്യൂമൻ റെസീലിയൻസിന്റെ ഭാഗമായിട്ട് സാറിന് ഇത്തരത്തിലുള്ള ഒരു പീഡാനുഭവം, ഒരു വലിയൊരു പീഡാനുഭവം തന്നെയാണല്ലോ. ആ സമയത്ത് ചെയ്ത ഒരു റീസ്റ്റോറിങ് ഫെയ്ത്ത് ആണോ, അതോ നേരത്തെ തന്നെയുള്ള ഒരു ഫെയ്ത്തിൽ മുറുകെ പിടിക്കുകയാണോ ചെയ്തത്? പല സ്ഥലത്തും അത്തരത്തിലുള്ള ഒരു ഹിന്ദു വിശ്വാസത്തിന്റെ ചില സാധനങ്ങളിൽ ഡോക്ടർ ദീപക് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു എല്ലാ ഇതും കൈവിട്ട് പോകുന്ന സമയത്ത് സാധാരണ മനുഷ്യൻ ഫെയ്ത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം അതുപോലെയുള്ള ഒരു ഇതാണോ ഒരു സയന്റിസ്റ്റ് കൂടിയായ ഡോക്ടർ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്? അതായത് അത് ഒരു വളരെ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ് സജീവ്. അതായത് നമ്മൾ ഈ ക്യാൻസർ വന്നപ്പോൾ ഈ അൾട്ടിമേറ്റ് മൊർട്ടാലിറ്റി ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫെയ്ത്തിലേക്ക് ചാടിയതാണോ? അതിനു മുമ്പ് എനിക്ക് ഫെയ്ത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ഐ ഹാഡ് ഫെയ്ത്ത്, പക്ഷെ ഇത്ര സ്ട്രോങ് ആയിട്ടുണ്ടായിട്ടില്ല. കാരണം എൻ്റെ വൈഫിൻ്റെ ഇൻഫ്ലുവൻസ്. എൻ്റെ അമ്മ അങ്ങനെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ആളല്ല, ഫാദർ ഓൾസോ, സിബ്ലിങ്സ് ഓൾസോ. പക്ഷേ കല്യാണം കഴിക്കുമ്പോൾ നമ്മളൊരു ചെറിയ മാറ്റങ്ങൾ വരില്ലേ. എൻ്റെ ഫാദറിനുള്ള എല്ലാ ദിവസവും അമ്പലങ്ങളിൽ പോയിരുന്നു, മദറിനുള്ള എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. രണ്ടുപേരും ഡോക്ടേഴ്സാണ്. വൈഫും അങ്ങനെ ഓവർട്ട്ലി റിലീജിയസ് അല്ല, പക്ഷെ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ലൈഫിലായിരുന്നു ഞാൻ മൂവ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കത് ഒരു ഡിസ്റ്റന്റ് കോൺസെപ്റ്റ് അല്ല, എത്തിസ്റ്റ് ആയിരുന്നില്ല ഞാൻ. എനിക്ക് ഐ ന്യൂ ദർ സം പവേഴ്സ് ഔട്ട് ദർ, ലോകത്തിലെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാനെങ്കിൽ ഒരു സർട്ടൻ ഫോഴ്സ് ഔട്ട് ദർ ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള എന്തോ ഒരു ഫോഴ്സ് ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്യാൻസർ വന്നപ്പോൾ യു ഹാവ് ടു ഹോൾഡ് ഓൺ ടു സംതിങ്. നമുക്ക് then you strongly believe, yes, there is something and I'm going to plead. നമ്മൾ യാചിക്കാൻ പോവാണ്, നമ്മളെ രക്ഷിക്കും. ലോർഡ് ശിവ, അങ്ങനെയാണ് ലോർഡ് ശിവയോട് ഒരു എന്താ പറയുക അൾട്ടിമേറ്റ് ക്രിയേറ്റർ, നമ്മളെ യൂണിവേഴ്സിന്റെ ക്രിയേറ്റർ എന്നുള്ളൊരു ഫീലിംഗ്. പിന്നെ ഞാൻ വായിക്കാൻ തുടങ്ങി. പിന്നെ എന്നോട് വന്ന് സംസാരിക്കുന്ന കുറച്ച് പേര് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രേ ടു ലോർഡ് ശിവ, ഓ കൃഷ്ണ, അത് നിനക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. അങ്ങനെ ഞാൻ ആ താഴെ പ്രേയിങ്, ലിസൺ, മൃത്യുഞ്ജയ മന്ത്രം കേൾക്കും എല്ലാ ദിവസവും രാത്രി ഉറങ്ങണതിന് മുമ്പ്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്കൊരു ബേസിക്
ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലീജിയൻ കൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു, ഫെയ്ത്ത് ഉണ്ടായിരുന്നു, ഒരു ഹയർ പവർ ഉണ്ടെന്നുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും സ്ട്രോങ് ആയിരുന്നില്ല. സോ ബട്ട് ദാറ്റ് ഈസ് ഐ തിങ്ക് ഇസ് എ നാച്ചുറൽ പ്രോഗ്രഷൻ. നമ്മൾക്ക് ക്യാൻസർ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിൽ യു വിൽ സ്റ്റാർട്ട് പ്രേയിങ് മോർ ടു ജീസസ്, അല്ലെ മുസ്ലിം ആണെങ്കിൽ യു വിൽ ബി മോർ യു നാച്ചുറലി ബിക്കോസ് യു ബാർഗെയിനിങ് ടു ലിവ്, അല്ലേ? അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ മാറാതെ വഴിയില്ല. മെജോറിറ്റി, സം പീപ്പിൾ മൈറ്റ് നോട്ട്. അതില് പിന്നെ ആ സമയത്തും ഒരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ഡോക്ടറുടെ മനസ്സിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ? അത് ഇതിന്റെ ഒരു പാരഡോക്സ് ഉണ്ടല്ലോ. അതായത് ഒരേ സമയം ഈ പറഞ്ഞ മോഡേൺ മെഡിസിൻ അപ്ലൈ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ വിഫലമായി പോയില്ലേ എന്നുള്ളതും ഒരു പ്രശ്നമല്ലേ? ഉണ്ട്. വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അത് ഷുവറാണ്. കാരണം നമുക്കൊരു മോഡേൺ പ്രാക്ടീസിങ് ഡോക്ടർക്ക് യു കനോട്ട് ബി, നമുക്കൊരു ഓവർട്ട്ലി വെരി റിലീജിയസ് ആവാനുള്ള, കാരണം നമ്മൾ സയൻസിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ. ഓൾ യു ഹാവ് ടു തിങ്ക് ഇസ് ദർ ഇസ് സംതിങ് ഔട്ട് ദർ വിച്ച് ഇസ് പവർഫുൾ, വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് മനസ്സിലാവാത്ത ഏതോ ഒരു ഫോഴ്സ് ഉണ്ട് കൺട്രോളിങ് എവറിത്തിങ്. നമ്മൾ അവരുടെ അടുത്താണ് നമ്മൾ പറയണത് ആസ്കിങ് ഫോർ ഹീലിംഗ് എന്ന് വെച്ചിട്ട് നമ്മൾക്ക് ഫുള്ളി അതിലേക്ക് കമ്മിറ്റ് ചെയ്യാൻ ഒരു ആസ് എ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അതൊരു എന്താ പറയുക, ഒരു ഡൈലമയാണ് അത്, അല്ലെ? അത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് സയന്റിസ്റ്റ് ആണ്. നമ്മൾ സയൻസിൽ കൂടെ ജനിച്ചു വന്ന് സയൻസിൽ കൂടെ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബിലീവർ ആവാൻ പറ്റുമോ? ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. നമുക്ക് ബിലീവർ ആവാം, പക്ഷേ ഈ സയൻസും കൂടി വേണം, അതിന്റെ കൂടെ പോകണം. ഈ കോൺഫ്ലിക്റ്റിനെ എങ്ങനെയാ അഡ്രസ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഈ രോഗാവസ്ഥയെ വെച്ച് ചോദിക്കുകയല്ല, അല്ലാത്ത സമയത്തും ഡോക്ടർക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ്? അതായത് ഒരു പരമമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയൊരു ശക്തി, പ്രപഞ്ചശക്തി ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നു, അത് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മോഡേൺ മെഡിസിൻ ആയിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലൈഫ് സ്പാൻ ഒക്കെ കൂടുതലാക്കി കിട്ടുന്നതിനൊക്കെ സഹായിക്കുന്ന സയൻസിന്റെ തന്നെ കണ്ടുപിടുത്തങ്ങൾ. അപ്പൊ ഈ സമയത്ത് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് അതിനൊരു സൊല്യൂഷൻ എങ്ങനെയാ ഉണ്ടാവുന്നത്? അത് ഡിഫിക്കൽട്ടാണ്. പക്ഷേ രണ്ടും ഞാൻ സെപ്പറേറ്റ് ചെയ്തു. മോഡേൺ മെഡിസിൻ ഐ നോ വിൽ വർക്ക് ദിസ് വേ. പിന്നെ എൻ്റേതായിട്ടുള്ള അത് ബുക്കിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ ആസ് മൈ ബോഡി, സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞു, ഫെയ്ത്ത് മുഖേനയും നമ്മൾ തന്നെ ബോഡിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക. ഞാൻ തന്നെ പറയും എൻ്റെ ബോഡിയുടെ അടുത്ത് ഓരോ ദിവസം രാവിലെ, ഇന്നെനിക്ക് എൻ്റെ ഫീവർ കുറച്ചതാ, പ്ലീസ് ബ്രിങ് മൈ ടെമ്പറേച്ചർ ഡൗൺ. എൻ്റെ വൈറ്റ് കൗണ്ട് 0 ആണ്, അതൊന്ന് പരമാവധി പൊക്കിത്തരൂ. കാരണം അപ്പോൾ പിന്നെ ഇൻഫെക്ഷൻ സമാധാനമായി. അപ്പം അങ്ങനത്തെ നമ്മൾ ബോഡിയോട് ചോദിക്കുമ്പോൾ വി ആർ ഓൾസോ പ്രേയിങ് ടു ദ അൾട്ടിമേറ്റ്, ലുക്ക് ഹെൽപ്പ് മീ ത്രൂ ദിസ് പ്രോസസ്, ഇതിൽ കൂടെ എന്നെ ഒന്ന് രക്ഷിച്ചു തരും. അതുപോലെ മെഡിസിൻ ഇൻജെക്ട് ചെയ്യുമ്പോൾ ഞാൻ ഐ പ്രേ. എവറി കീമോതെറാപ്പി മെഡിസിൻ, നമ്മൾ കീമോതെറാപ്പി മെഡിസിൻ വർക്ക് ചെയ്യണമെങ്കിൽ അത് ഉള്ളിലെത്തണ്ടേ, അതിന് റിയാക്ട് ചെയ്താൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു കാർഡിയോളജിസ്റ്റ് മരിച്ചുപോയി. എനിക്ക് ക്യാൻസർ വന്നതിന് ശേഷം വന്നതാ മൂപ്പർക്ക്. പുള്ളിക്ക് ഏത് മരുന്നെടുത്താലും റിയാക്ഷനാണ്. അപ്പോൾ മരുന്ന് എടുക്കാൻ പറ്റില്ല. അവർക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു ജീവിക്കാൻ, പക്ഷെ അൾട്ടിമേറ്റ്ലി ഹി ഡൈഡ്. അപ്പോൾ വൺ പാർട്ട് ഈ നമ്മൾ ബുക്ക് എഴുതാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ യു ഹാവ് ടു ആസ്ക്, നമ്മളെ ബോഡിയോട് തന്നെ നമ്മൾ സംസാരിക്കണം. ഈ മരുന്ന് ബലിക്കണം, അല്ലെങ്കിൽ ഈ ട്രാൻസ്പ്ലാന്റ് ബലിക്കണം, ഈ ട്രാൻസ്ഫ്യൂഷൻ ബലിക്കണം, റിയാക്ഷൻ പാടില്ല, ടെമ്പറേച്ചർ കുറയ്ക്കുക. നമുക്ക് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലൊരു ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളെ ബോഡിയുടെ അടുത്ത് തന്നെ നമ്മൾ സംസാരിക്കണം. എൻ്റെ തലചുറ്റ് മാറ്റിത്താ, എൻ്റെ ഫീവർ കുറയ്ക്കൂ. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഹീലിംഗ് ടാർഗറ്റ്സ് ഇട്ടിരുന്നു. അതൊരു ന്യൂ കൺസെപ്റ്റ് ആയിരുന്നു, എനിക്കറിയില്ല അങ്ങനെ. ഒരു ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, ഒരു ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ്. അപ്പോൾ അതൊരു തലത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആസ് ദ ഹയർ പവേഴ്സ് ടു ഇന്റർവീൻ. അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഡോക്ടർക്ക്, അതായത് നമ്മൾ റിലീജിയസ് ആവണ്ട, അല്ലാതെ തന്നെ ഒരു ഇന്ത്യൻ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും സ്പിരിച്വൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഇമോഷണൽ ഫിലോസഫിക്കൽ ഒരു ഹെറിറ്റേജ് ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മളുടെ ഇത്തരം ട്രീറ്റ്മെന്റിനെ, ഇത്തരം വലിയ ക്രൈസിസ് ഉള്ള ഘട്ടങ്ങളിൽ ഒരു പൊതുവെ നമ്മളെ സമാധാനപ്പെടുത്തുന്ന ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്.
അതായത് ഇപ്പോൾ വെസ്റ്റില് ഫെയ്ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അറിയാം. അവിടെ സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ സ്പിരിച്വാലിറ്റി ഇസ് ഡിഫറെന്റ് ഫ്രം ഫെയ്ത്ത്. അതെ അതെ. അവര് ഫെയ്ത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ദ ഫെയ്ത്ത് വിൽ ഗെറ്റ് ദം ത്രൂ. ഇനി നെഗറ്റീവ് ഔട്ട്കം ആണെങ്കിൽ അവരത് വിചാരിക്കും അതും ഫെയ്ത്ത് തന്നെയാണ്. പക്ഷേ ഈസ്റ്റേൺ ഫിലോസഫി ആൻഡ് സ്പിരിച്വാലിറ്റി ഇറ്റ്സ് ഓൾസോ ഈക്വലി പവർഫുൾ. നമ്മൾ അതേപോലെ തന്നെ പവർഫുൾ അല്ലേ നമ്മൾ സ്പിരിച്വാലിറ്റി. അതുകൊണ്ട് നമുക്കത് എന്തായാലും അത് ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ സ്പിരിച്വൽ ആയാലും കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ പുസ്തകത്തിനകത്ത് ആറ്റോമിക് സയൻസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഈ ഇത്തരത്തിലുള്ള റേഡിയേഷനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ സാർ പറയുന്നുണ്ട്. ഡോക്ടർ ദീപക് ആണെങ്കിൽ ജനിച്ചു വളർന്ന ഒരു ബീച്ച് ഇതിലാണ്, ചന്ദ്രപിന്നി. അതെ. അപ്പൊ എന്താണ് അതിനെ അങ്ങനെ ഒരു ചാപ്റ്റർ പേരിടാനും അങ്ങനെ ഒരു പ്രത്യേക ചാപ്റ്റർ അതിൽ ഉൾക്കൊള്ളിക്കാനുള്ള കാരണം? നമ്മള് ലുക്കിംഗ് ബാക്ക് നമ്മൾ ആലോചിക്കില്ലേ ക്യാൻസർ എന്താണ് ക്യാൻസർ വരുന്നുള്ളത്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ. കാരണം എൻ്റെ ട്വിൻ ബ്രദറിന് ക്യാൻസർ വന്നില്ല, എനിക്ക് ക്യാൻസർ വന്നു. അതിലൊരു റീസൺ എന്ന് വെച്ചാൽ ഞാൻ റേഡിയേഷനിൽ വർക്ക് ചെയ്യണം. ഈ നമ്മൾ കാത്ത് ലാബ് എന്ന് വെച്ചാൽ റേഡിയേഷൻ എപ്പോഴും എക്സ്റേയുടെ അടിയിലാണ് അതൊന്ന്. പക്ഷെ എന്ന് വെച്ചാൽ എല്ലാവരും എല്ലാ കാത്ത് ലാബിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും ക്യാൻസർ വരുന്നില്ല. അപ്പോൾ അതിനു മുമ്പ് അതിൻ്റെ ഒരു സബ് ടെക്സ്റ്റ് ആയിട്ട് ഞാൻ ന്യൂക്ലിയർ മെഡിസിൻ്റെ ഒരു കോൺഫറൻസിൽ പോയിരുന്നു ഈ അസുഖത്തിനെല്ലാം മുമ്പ്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ന്യൂക്ലിയർ മെഡിസിൻ്റെ എക്സാം എടുക്കണം നമ്മൾ അവിടെ പഠിക്കുമ്പോൾ. അപ്പോൾ അതിൽ അയാൾ പഠിപ്പിക്കുന്ന ഒരാൾ പറഞ്ഞു ലോകത്തിലെ എല്ലായിടത്തും ഗ്രൗണ്ട് റേഡിയേഷൻ ഒന്നാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു ഒരു സ്ഥലം ഒരു മാപ്പ് കാണിച്ചിട്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വേൾഡിൽ റേഡിയേഷൻ. എന്നിട്ട് അയാൾ പറയാ ദിസ് ഈസ് എ പ്ലേസ് കോൾഡ് കേരള ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ മാപ്പ് കാണിച്ചിട്ട് ഈ അമേരിക്കയിലുള്ള ഒരാൾ പഠിപ്പിക്കുന്ന ഒരാൾ പറയാണ് ഈ സ്ട്രെച്ച് ഓഫ് ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ വേൾഡിൽ ഗ്രൗണ്ട് റേഡിയേഷൻ. അതപ്പോൾ എൻ്റെ മനസ്സിലാണ് പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ആവും, അയ്യോ ഇത് കേരള അല്ലേന്ന്. അന്ന് എനിക്ക് ക്യാൻസർ ഇല്ല. പക്ഷെ ഞാൻ പിന്നെ അത് ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, അതെന്താ അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ക്യാൻസർ വന്നപ്പോഴാണ് ഞാൻ വെൻ ബാക്ക്. അപ്പോഴാണ് പല റിപ്പോർട്ട്സ് ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഏതെല്ലോ റിപ്പോർട്ടിൽ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ദ കോസ്റ്റൽ കേരള നാട്ടില് കടലോരത്ത് റേഡിയേഷൻ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഇസ് 3 times നോർമൽ, 3 ഇരട്ടി അത്രേ. അപ്പോൾ ഒരാളുടെ ലൈഫിൽ റിസ്ക് ക്യാൻസർ എന്ന് വെച്ചാൽ നമ്മൾ അപ്പോഴത്തെ റേഡിയേഷൻ റിസ്ക് മാത്രമല്ല, നമ്മൾ ഹോൾ ലൈഫിൽ നമുക്ക് എത്ര റേഡിയേഷൻ കിട്ടിയെന്നുള്ളതാണ്. ഹോൾ ജനിച്ചു തൊട്ട് മരിക്കുന്ന വരെ നമ്മുടെ ബോഡിയിൽ എത്ര റേഡിയേഷൻ, അതാണ് ഈ ക്യാൻസറിന്റെ പ്രത്യേകത. അതായത് ക്യുമുലേറ്റീവ് എന്ന് പറയും. ഒരു ദിവസം മാത്രമല്ല, ഒരു ദിവസം എക്സ്റേ കൊണ്ട് കിട്ടില്ല, 1000 എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അത് റിസ്ക് ആണ്. 1000 കാറ്റ് സ്കാൻ എടുത്തു കഴിഞ്ഞാൽ അത് റിസ്ക് ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടമാനം റേഡിയേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ജനിച്ചു വളർന്നതും ജീവിച്ചതെല്ലാം കടപ്പുറത്ത് കടലിനോട് ചേർന്നിട്ടുള്ള ജീവിതമായിരുന്നു. ബുക്കിൽ തന്നെ കാണാം. അങ്ങനെ എല്ലാ സമ്മർ ഹോളിഡേയ്സിനും കടലിലും അങ്ങനെ. അതും പിന്നെ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ എൻ്റെ റേഡിയേഷന്റെ എക്സ്പോഷറും പണി മുഖേന അതുകൊണ്ടായിരിക്കാം എനിക്ക് ക്യാൻസർ വന്നത്. അതാണ് ഈ ആറ്റോമിക് സയൻസ് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ജീവിച്ചിരിക്കുന്ന നെയ്ബർഹുഡിലെല്ലാം എവറി ഫാമിലി തൊട്ടടുത്ത ഓരോ ഫാമിലിയിലും ക്യാൻസർ ആയിരുന്നു. അതായത് ഒരു 10 ഫാമിലി എടുത്താൽ ഒരു 7 ഫാമിലിയിൽ ക്യാൻസർ ഡെത്ത് ഉള്ള ആ സ്ട്രെച്ചാണ് ഞാൻ ജീവിക്കുന്ന സ്ട്രെച്ച് ഉണ്ടായിരുന്നത്. അതിലാണ് 20 years ഉള്ള ഒരു ബോയ്, അവന് ഒരു റിസ്ക് ഫാക്ടറിൽ അവന് ക്യാൻസർ വന്നു. അപ്പൊ ആ കൺസെപ്റ്റ് അത് ഇനി ഫുള്ളി അതെങ്ങനെ മാറ്റാൻ പറ്റും നമുക്കറിയില്ല. അതൊന്നും കൂടെ അനലൈസ് ചെയ്യണുണ്ട് റേഡിയേഷൻ്റെ അത്. അതിലേക്ക് പിന്നെ ഞാൻ കൂടുതലായിട്ട് ഡെപ്തിൽ പോയിട്ടില്ല. ഈ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇപ്പൊ മൊർട്ടാലിറ്റിയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. അപ്പൊ നമ്മള് പേടിയില്ല, ഭയമില്ല, നമ്മൾ അതിനോടൊന്ന് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഏതായാലും ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ എനിക്ക് മരണം എൻ്റെ മുന്നിലുണ്ട് എന്നൊക്കെ. എന്തായാലും എനിക്ക് തോന്നുന്നത് ഡോക്ടറുടെ ഏകാന്ത നിമിഷങ്ങൾ, മരണാസന്ന ചിന്തകൾ എന്നാലും ഇങ്ങനെ അടിക്കടി കൂടി വന്നിട്ടുണ്ടാവും. അതെനിക്ക് തോന്നുന്ന പുസ്തകത്തിനകത്തും പല സമയത്തായിട്ട് പറയുന്നുണ്ട്. ആ സമയത്തുള്ള ഈ പറഞ്ഞ പോലെ ജേർണലായിട്ട് ചെയ്തു വെച്ചുകൊണ്ടായിരിക്കാം പിന്നീട് മാറ്റി എഴുതാതെ തന്നെ ആ രീതിയിൽ അത് വരുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെ മരണാസന്ന ചിന്തകളായിരുന്നു? നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു മരണാസന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗി പലപ്പോഴും അങ്ങനെയുള്ള വിചിത്രമായ സ്വപ്നങ്ങൾ കാണുന്നു, വിചിത്രമായ അനുഭവങ്ങൾ അയാൾക്ക് ഉണ്ടാവുന്നു ഒക്കെ നമ്മൾ ഫിക്ഷനും മറ്റും ഒക്കെ വായിച്ചുള്ള അറിവാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ഡോക്ടർക്ക് അങ്ങനത്തെ എന്തെങ്കിലും തിങ്കിങ് ഉണ്ടായിട്ടുണ്ടോ?
ഞാൻ ഫസ്റ്റ് കീമോതെറാപ്പി തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നി ഇത് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഐ ഹാവ് ടു പ്ലാൻ. ആരോടും പറഞ്ഞില്ല, മോനോടും പറഞ്ഞില്ല. ഐ മേഡ് എ പ്ലാൻ. അതൊരു വളരെ എന്താ പറയുക, ഒരു സാഡായിരുന്നു, വളരെ സാഡായിരുന്നു. കാരണം അത് ഞാനിങ്ങനെ 24th ഫ്ലോറിൽ നിൽക്കുകയാണ്. എനിക്ക് ചുറ്റും ലൈഫ് ഇങ്ങനെ നോർമലായിട്ട് പോവാണ്. കാറുകളും ഹോങ്കിങ്ങും എല്ലാം, ആൾക്കാർ വീട്ടിൽ പോകണം, പണിക്ക് പോകണം, തിരിച്ചു വരണം, റെസ്റ്റോറൻറ്റിൽ പോകണം. അപ്പം ഞാനിങ്ങനെ ലൈഫ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സെപ്പറേറ്റായി എല്ലാവരും. നോർമൽസി ഇവിടെ നമ്മൾ നോർമൽസിയിലില്ല. എന്നിട്ട് പക്ഷേ ഐ ഓൾസോ ഹാവ് ടു, നമ്മൾ ഇപ്പോൾ 50% മൊർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന പോലെയല്ലേ നമ്മുടെ ലൈഫ്. അപ്പോൾ വി ഹാവ് ടു പ്രിപ്പയർ അല്ലേ ആ സമയത്ത്. അപ്പോൾ ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് മൈ ആഫ്റ്റർ ലൈഫ് പ്ലാൻസ്. മെജോറിറ്റി അന്ന് എഴുതി. അത് കുറേ നേരം എടുത്തു, കുറേ കരഞ്ഞു, അങ്ങനെ നമ്മൾ ചോക്കപ്പ് ചെയ്യും. കാരണം അതൊരു ഒരാളും ചെയ്യാത്ത കാര്യങ്ങളല്ല. നമ്മളത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഡയഗ്നോസിസ് കഴിഞ്ഞിട്ടൊരു 3 ഡേയ്സിനുള്ളിലാണ് നമ്മൾ മരിച്ചു പോയാൽ എങ്ങനെ എൻ്റെ ഫാമിലി സർവൈവ് ചെയ്യും, ഫൈനാൻസ് എങ്ങനെ ഡീൽ ചെയ്യും, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. പിന്നെ നമ്മുടെ നമ്മൾ അമേരിക്കയിലല്ലേ, എനിക്ക് എൻ്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ റിമൈൻസ് നാട്ടിലേക്ക് വരണമെന്നൊരു, നമ്മൾ മെജോറിറ്റി ഇന്ത്യൻസ് അങ്ങനെ ആഗ്രഹമുണ്ട്. പിന്നെ കുറേ പേര് ജനറേഷൻസ് ആയിട്ട് അവിടെ അമേരിക്കയിലുണ്ട്, അവർക്ക് അങ്ങനെ ആഗ്രഹമില്ല, അതെനിക്കറിയാം. പക്ഷെ നമ്മൾ ഫസ്റ്റ് ജനറേഷനാണ്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഇവിടെയാണ്, ബ്രദേഴ്സും സിസ്റ്റേഴ്സും വൈഫും അതന്നെ. അപ്പോൾ ഹൗ ഡു യു ഗെറ്റ് യുവർ മോർട്ടൽ റിമൈൻസ്? അതൊരു മേജർ എന്താ പറയുക, അതൊരു സാഡ് സിറ്റുവേഷൻ, ഒരു അൺഫോർച്ചുനേറ്റ് തിങ്. യു ഹാവ് ടു, നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് കാരണം അത് വേറെ ആൾക്ക് നമ്മളൊരു ഗൈഡൻസ് കൊടുക്കണ്ടേ അങ്ങനത്തെ സന്ദർഭങ്ങൾ. അത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വൈഫാണുള്ളത്, മോനുണ്ട്. അവർക്ക് അറിയില്ല ഇതിനെപ്പറ്റി. അപ്പോൾ ഞാൻ അതെഴുതി. എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് മെഡിക്കൽ ഫീൽഡിൽ തന്നെ. അതൊക്കെ ഞാൻ ടെക്സ്റ്റ് ചെയ്തു, എഴുതി, ഇങ്ങനെ ഇമെയിൽ ടെക്സ്റ്റ് ചെയ്തിട്ട് ഇതാണ് ഒരു 5-6 പോയിന്റ്സ് ഇങ്ങനെ എഴുതിയിട്ട് അയച്ചു കൊടുത്ത അയാൾ. കാരണം എനിക്കറിയാം ഹി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എനിക്ക് മനസ്സിൽ കുറഞ്ഞു വരുമ്പോൾ ഞാൻ വേറെ സെപ്പറേറ്റ് എഴുതും. പക്ഷെ ഇവരെ കാണിച്ചിട്ടില്ല, എനിക്ക് അതിനുള്ള സമയമായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ സമയമാവണമെങ്കിൽ ഞാൻ കാണിക്കും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ദുസ്വപ്നങ്ങൾ കാണുക, അങ്ങനെയുള്ള ഒരു നമ്മളെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഡോക്ടർ ദാസന്? അത് കഴിഞ്ഞിട്ടാണ്, ക്യാൻസർ കഴിഞ്ഞിട്ട്, ഇതിൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം അതൊരു വലിയൊരു ഇഷ്യൂ ആയി മാറി. ഈ ബാഡ് ഡ്രീംസ്, അത് ഞാനൊരു ചാപ്റ്ററിൽ തന്നെ കംപ്ലീറ്റ് PTSD എന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്തു എനിക്ക്. അത് നമ്മൾ ഇത്രയും ഒരു പ്രൊലോങ്ഡ് ക്യാൻസറിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസും പെയിൻഫുൾ, അതായത് നമുക്ക് സഹിക്കാൻ പറ്റാത്തക്കാട്ടിലും കൂടുതൽ പെയിനാണ് ഈ ട്രാൻസ്പ്ലാന്റിന്. മോർഫിൻ പമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരാഴ്ച. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ലിവിങ് സോംബീസ് ആണ്. നമുക്ക് എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. മോർഫിൻ ഇങ്ങനെ ബോഡി കൂടെ പോണ്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് ഇവൻച്വലി വിൽ ലീഡ് ടു PTSD. അതും ഒരു പാർട്ടാണ് ഈ ബുക്ക് എഴുതാനുള്ള കാരണം. നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല ആരും. അപ്പോൾ ഇപ്പം എനിക്ക് PTSD വന്നപ്പോൾ തന്നെ എനിക്കത് കോംപ്രിഹെൻഡ് ചെയ്തില്ല, എന്താണ് ഇങ്ങനെ വരുന്നത്. ക്യാൻസർ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ പുള്ളി ഉടനെ ഇമ്മീഡിയറ്റ്ലി എന്നെ പറഞ്ഞു, ഇതാണ് സംഭവം, നിനക്ക് കൗൺസിലിംഗ് വേണം. അപ്പം അതിങ്ങനെ സമയമെടുത്ത് അത് ശരിയാക്കാവുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ നമ്മൾ ഉറങ്ങാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയങ്ങളാണ്, ഉറക്കം കുറവാണ് ചെയ്യും. എന്നുവെച്ചാൽ ഒരു ദിവസത്തിൽ 2-3 മണിക്കൂർ ഉറങ്ങാൻ കിട്ടിയാൽ തന്നെ വലിയൊരു ഭാഗ്യം. അത്രയും മേജർ ടോക്സിക് എലമെന്റ്സ് ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സ്ലീപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എല്ലാം അപ്പോൾ പോകും. നമ്മൾ ഉറങ്ങാൻ പറ്റിയാൽ വലിയൊരു ഭാഗ്യം. 3 മണിക്കൂറെല്ലാം ഉറങ്ങാൻ പറ്റിയാൽ ട്രാൻസ്പ്ലാന്റിന് ശേഷം അതെന്താ പറഞ്ഞ എന്തോ ഒരു ഭാഗ്യം പോലെ. ആ സമയത്തൊക്കെ എന്തൊക്കെ ചിന്തകളായിരിക്കും ഉണ്ടാവുക? നമുക്ക് പെയിൻ ഉണ്ട്, മിസറി. അത് ലുക്കീമിയ ട്രീറ്റ്മെന്റ് ഈസ് മിസറബിൾ. നമ്മൾ പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസ്, സ്കിൻ ചേഞ്ചസ്, ലേഡീസിനും അല്ല മുടിയുള്ളവർക്കില്ലെങ്കിൽ മുടി പോകണം, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കണ്ടമാനം വെയിറ്റ് ലോസ്, പിന്നെ ഫീവർ, ഇൻഫെക്ഷൻസ്,
എനി കോംപ്ലിക്കേഷൻസ് യു കൻ തിങ്ക് ഓഫ്. നമ്മൾ അതിൻ്റെ ആ വേൾഡിൽ ഇങ്ങനെ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം സർവൈവലിന് വേണ്ടി. പിന്നെ ആ സമയത്ത് ബാഡ് ഡ്രീംസ് എനിക്ക് ഓർമ്മയില്ല. ഈ പുസ്തകത്തിനകത്ത് ഏറ്റവും വലിയൊരു മറാക്കിൾ എന്നൊക്കെ പറയാവുന്ന, കാരണം ഒരു ഇന്ത്യൻ എത്തനിസിറ്റിയുള്ള ഡോക്ടർക്ക് ബോൺ മാറോ ട്രാൻസ്പ്ലാന്റിന് സമയത്ത് മാച്ച് ചെയ്യുന്ന ഒരു ബോൺ മാറോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര പരിശ്രമത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അവസാനം ആൻഡ്രൂ എന്ന് പറയുന്ന ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇറ്റാലിയൻ ആയിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. ആ കഥയൊന്ന് പറയാൻ പറ്റുമോ? അത് വളരെ സ്ട്രേഞ്ച് ആണ്. അതും ഈ പറഞ്ഞ പോലെ സജീവ് പറഞ്ഞ പോലെ ഒരു ഫിക്ഷണൽ എലമെന്റ് ടു മൈ ലൈഫ്. എൻ്റെ ജീവിതം ഒരു ഫിക്ഷന്റെ ഒരു എന്താ പറയാ എൻ്റെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ ഒരു ഫിക്ഷണലാണ്. അങ്ങനെ ഒരു ഫിക്ഷനാണ് ഈ ആൻഡ്രൂ എൻ്റെ ലൈഫിൽ വരുന്നത്. അത് നമുക്ക് ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ട്വിൻ ബ്രദർ ഉണ്ട്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി അവൻ മാച്ചാണ്. പിന്നെ ഒരു ഓൾഡർ ബ്രദർ ഉണ്ട്, ഇറ്റ് വാസ് നോട്ട്. പിന്നെ ആരും മാച്ചല്ല, 2 സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അവരെ നോക്കുക ഫാമിലിയിൽ മാച്ച്. അപ്പോൾ ട്വിൻ ബ്രദറിന് മാച്ച് ചെയ്താൽ അതിൽ പ്രശ്നമുണ്ട്. കാരണം അതേ മാരോ തന്നെയല്ലേ. നമ്മൾ എൻ്റെ മാരോ തന്നെ മാറ്റി വയ്ക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ റീകറൻസിന് ഭയങ്കര ചാൻസാണ്. 3 കൊല്ലത്തിനുള്ളിൽ 50% ചാൻസ് ഉണ്ട് തിരിച്ചു വരാനായി. അങ്ങനെ അപ്പൊ അവര് പറഞ്ഞത് അത് നമുക്ക് വേണ്ട, പുറത്തുനിന്ന് നോക്കാം. അപ്പൊ ഈ ഇന്ത്യക്കാർ, ഏഷ്യക്കാർ, പാകിസ്ഥാനീസ്, ബംഗ്ലാദേശീസ്, നമ്മൾ പൂള് വളരെ കുറവാണ്. എസ്പെഷ്യലി അമേരിക്കയിൽ കൊക്കേഷ്യൻസ് ആണ്, പിന്നെ ബ്ലാക്സ് ഉണ്ട്, ഹിസ്പാനിക്സ് ഉണ്ട്. ഇന്ത്യക്കാർ വളരെ കുറവല്ലേ. അപ്പൊ എന്റെ ചാൻസ് എന്ന് വെച്ചാൽ വെരി മിനിമം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു സർപ്രൈസ് പോലെ വന്ന് എനിക്ക് അന്ന് ആദ്യം അവർ പറഞ്ഞത് 100-ലേറെ മാച്ച് ഉണ്ട്. അത് വെച്ചാൽ നമുക്കൊരു ഷോക്കിംഗ് ന്യൂസാണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ന്യൂസാണ്. നമ്മൾ വിചാരിച്ചു നോക്കി നമുക്ക് മാച്ച് കിട്ടും. അപ്പൊ അതിൽ വേറൊരു ഷോക്ക് വന്നു വെച്ചാൽ MD ആൻഡേഴ്സൺ പിന്നെ പറഞ്ഞു വേണ്ട, ആ വഴിക്ക് പോകണ്ട, ട്വിനിനെ തന്നെ എടുക്കാം. അപ്പൊ അതും നമുക്ക് ഷോക്ക്ഡായി. അതെങ്ങനെയും ശരിയാവണം. അത് ട്വിനിനെ എടുത്താൽ നമുക്ക് റിക്കറൻസ് ഉണ്ട്. ഇപ്പുറത്ത് നമുക്ക് ആൾക്കാർ ട്രാൻസ്പ്ലാന്റിന് വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ട്വിൻ വേണ്ട, ഞാൻ ഐ വിൽ ടേക്ക് ദ റിസ്ക്. അപ്പം വെച്ചാൽ ട്വിന്നിനെ എടുത്താൽ പ്രോസസ് ഈസി ആയിരിക്കും, ട്രാൻസ്പ്ലാന്റേഷൻ കോംപ്ലിക്കേഷൻസ് എല്ലാം കുറവായിരിക്കും. പുറത്തുനിന്ന്, അതായത് നോൺ റിലേറ്റഡ് എന്ന് പറയും, നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ ഇപ്പം ഞാൻ സജീവിൻ്റെ മാരോ എടുക്കുകയാണെന്ന് വെച്ചാൽ സൈഡ് എഫക്ട്സും കോംപ്ലിക്കേഷൻസും കൂടുതലായിരിക്കും. അതിനവർ ആലോജനിക് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയാം. പക്ഷെ ഞാൻ അത് വില്ലിങ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു റീകറൻസിന്റെ ചാൻസ് ആയിരുന്നു. നമുക്ക് പിന്നെ ഭയങ്കര ഭയപ്പാടല്ലേ, നമ്മൾ 3 കൊല്ലം ഇത് എപ്പോഴാണ് തിരിച്ചു വരാ എന്നുള്ള ഭയത്തിലിരിക്കുക. പക്ഷെ ആലോജനിക് പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ആ ചാൻസ് വളരെ കുറവാണ്. ഒരു 1 in 10, 1 in 15 ചാൻസേ ഉള്ളൂ അതിന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും റിസ്കി ആയിട്ടുള്ളൊരു ആണെങ്കിലും നമ്മൾ ആ വഴിക്ക് പോകാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അറിയില്ല, ആരാന്ന് അറിയണമെങ്കിൽ 2 കൊല്ലം കഴിയണം. നമുക്ക് അവരും ഓരോ 2 കാര്യങ്ങളെ അവർ പറയുള്ളൂ. 24 വയസ്സുള്ള ഒരാളാണ്, മെയിലാണ്, എൻ്റെ അതേ ബ്ലഡ് ഗ്രൂപ്പാണെന്ന് പറയുന്നത്. പക്ഷെ ബ്ലഡ് ഗ്രൂപ്പിനേക്കാളും കൂടുതൽ HLA മാച്ചിങ് എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അവരത്രേ പറഞ്ഞുള്ളൂ. ഏത് കൺട്രിന്ന് പോലും പറയില്ല അവർ. അത് അത്രയും ഒരു എന്താണ് സർ ശരിക്കും ആ പ്രോസസ് എന്താണ്? ആ പ്രോസസ്സ് എന്ന് വെച്ചാൽ HLA പ്രോസസ് എന്ന് പറയും. HLA ജീൻസ് എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ്സ് നമ്മളൊരു പ്രത്യേക ജീൻസാണ്. ആ ജീൻസ് ഫാമിലിയിൽ കൂടെ പോണ ജീൻസാണ്. അതായത് എൻ്റെ HLA ജീൻസ് എൻ്റെ പാരൻസിൽ നിന്ന് കിട്ടുന്ന, അച്ഛൻ്റെ സൈഡിൽ നിന്ന് അമ്മയുടെ സൈഡിൽ നിന്ന്. അപ്പം അതെന്ന് വെച്ചാൽ നമ്മൾ ജീനിയോളജി ആയിട്ട്, ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്ന. അപ്പം എൻ്റെ ജീൻസ് എങ്ങനെ ആൻഡ്രൂവിൻ്റെ ജീൻസ് ആയിട്ട്. ഇപ്പം ആൻഡ്രൂ എന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത്. അതും ഷോക്കിംഗ് ആയിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഏഷ്യൻ ഒരാളാണ് എനിക്ക് ട്രാൻസ്പ്ലാന്റ് തരുന്നത്. അവസാനം 2 years കഴിഞ്ഞിട്ട് ട്രാൻസ്പ്ലാന്റ് സെന്റർ പറയണത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ആൻഡ്രൂവിൻ്റെ അടുത്ത് ഇമെയിൽ അയക്കണം, ഞാൻ നിനക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഇമെയിൽ മേ, അതാണ്. അപ്പൊ അന്ന് ഈവനിങ് തന്നെ അവൻ എന്നെ വിളിക്കുകയാണ്. അപ്പോഴാണ് ഇത് അവൻ്റെ പേര് ആൻഡ്രൂ ആണ്, ലാസ്റ്റ് നെയിം ചൂസാനോ ആണ്, അത് ഇറ്റാലിയൻ ലാസ്റ്റ് നെയിം ആണ്, സിസിലിയൻ ലാസ്റ്റ് നെയിം ആണ്. അത് വേറെ ഷോക്ക്. അതായത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കൺസെപ്റ്റാണ് ഒരു കൊക്കേഷ്യൻ നമ്മളായിട്ട് മാച്ച് ചെയ്യാന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാൻസർ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ കാരണം എനിക്ക് ആ നമ്മൾ ആലോചിക്കാൻ തുടങ്ങി, അതെങ്ങനെ എനിക്കൊരു വെള്ളക്കാരനെ കൊക്കേഷ്യനെ മാച്ച് ആവണം.
ഇത് കുറേ കാലങ്ങളായിട്ട് ട്രാൻസ്പ്ലാന്റ് ഡോക്ടർ, എൻ്റെ ഡോക്ടർ പറഞ്ഞത് യു മസ്റ്റ് ഹാവ്, നിങ്ങൾക്കൊരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടാവണം. അപ്പോൾ അതെങ്ങനെ, അവൻ ഗ്രാൻഡ് ഫാദർ സിസിലിയില്ല, എൻ്റെ ഗ്രാൻഡ് ഫാദർ ചന്ദ്രാപ്പനിയില്ല. അപ്പോൾ ഒരു വിയേഡല്ല. അപ്പം ഞാൻ ആ സ്റ്റാർട്ടഡ് ട്രേസിങ് നമ്മൾ ആലോചിക്കാൻ തുടങ്ങി. അപ്പം എന്ന് വെച്ചാൽ കോമൺ ആൻസെസ്ട്രി അത്ര നമ്മളൊരു ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ താഴെ പോയാൽ നമ്മൾ ഇവല്യൂഷൻ്റെ ചെയിനിൽ ആഫ്രിക്കയിൽ നിന്ന് വി മൂവ് ഫ്രം ആഫ്രിക്ക, അവിടെ നിന്ന് വന്ന് പലതരത്തിലുള്ള ഹ്യൂമൻ മൂവ്മെന്റ് ആൾക്കാർ മൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു മൂവ്മെന്റ് യൂറേഷ്യയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വൺ സെഗ്മെന്റ് നോർത്തിലേക്ക് പോയി, ഒരു സെഗ്മെന്റ് സൗത്തിലേക്ക് വന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ മനസ്സിലായത് മേ ബി ദർ ഇസ് വൺ പേഴ്സൺ, ഒരാള് എൻ്റെയും അവൻ്റെയും ആൻസെസ്റ്റർ ആയിരിക്കും. അതിൽ അയാളുടെ ഒരു ഭാഗം മക്കള് നോർത്തിലേക്ക് പോയി, മറ്റേ കൊക്കേഷ്യൻ റീജിയനിൽ പോയി, രണ്ടാമത്തെ ടീം ഇങ്ങനെ സൗത്തിലേക്ക് വന്നു, മറ്റേ നോർത്ത് ഇന്ത്യയിൽ വന്ന് അവിടെ നിന്ന് പതുക്കെ മൈഗ്രേറ്റ് ചെയ്ത് സൗത്തിലേക്ക് എത്തി എന്നുള്ള ഒരു ഇത്. പിന്നെ വളരെ റയറായിട്ട്, കാരണം മില്യൺസ് ഓഫ് ആൾക്കാരുണ്ട് ട്രാൻസ്പ്ലാന്റ് പോകുന്നത്. ഒരു എന്താ പറയുക, ക്യാൻ ഇറ്റ് ഹാപ്പൻ ബൈ കോയിൻസിഡൻസ്? ഇറ്റ് ക്യാൻ എന്നെ ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ അടുത്ത സർപ്രൈസ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് 3000 മാച്ചസ് ഉണ്ടായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. സാധാരണ ഒരു വെള്ളക്കാരന് തന്നെ 10 മാച്ചേ കിട്ടുള്ളൂ. എൻ്റെ മാച്ച് 3000 മാച്ചായിരുന്നു. 3000. അത് ആദ്യം ഞാൻ വിചാരിച്ചു 300. അത് നെവർ ഹേർഡ് ഓഫ്, ആരും കേട്ടിട്ടില്ല. ക്യാൻസർ MD ആൻഡേഴ്സൺ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു സംഭവം, ഒരു ഹോസ്പിറ്റലാണ്. അതിൽ കൂടുതൽ ട്രാൻസ്പ്ലാന്റ് വേറെ ലോകത്ത് ആരും ചെയ്യുന്നില്ല. അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്പ്ലാന്റ് സെന്റർ. അവർക്ക് പോലും ഇല്ലാത്തൊരു അനുഭവമാണ് ഒരാൾക്ക് ഇത്രയും ഒരു മാച്ച് കിട്ടാന്നുള്ളത്. അപ്പൊ അതിൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൂടെ എനിക്ക് കിട്ടിയപ്പോൾ പിന്നെ നമ്മള് അതിന്ന് എങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്യുക, അതിന് നമുക്ക് ഒരു എന്താ പറയാ, ഒരു സിസ്റ്റം. ഓക്കെ, ദേ ആർ സേയിങ് യു ഡോണ്ട് നീഡ് ടു ആസ്ക് എനിമോർ. ഓക്കെ, ദർ ആർ ഫോഴ്സസ് ബിയോണ്ട് യുവർ കൺട്രോൾ. അല്ലാതെ അങ്ങനെ ഒരു കൊക്കേഷനായിട്ട് നമുക്ക് മാച്ച് വരാം. 3000 മാച്ച് എനിക്ക് അമേരിക്കയിൽ കിട്ടാന്ന് പറഞ്ഞാൽ ഫോർ എൻ ഇന്ത്യൻ ദാറ്റ്സ് അൺഹേർഡ് ഓഫ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നതേ, അതെങ്ങനെയാണ്, എന്താണ് അതിന്റെ പ്രോസസ്, അതിന്റെ പ്രോസസ്? അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സജീവ് ചോദിച്ചത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ്. നമ്മൾ ആദ്യം ഇപ്പൊ ആൻഡ്രൂവിന്റെ സ്റ്റോറി തന്നെ, ആൻഡ്രൂ ഒരു സ്വാബ് എടുത്തിട്ട് അവന്റെ സിസ്റ്റർ, ആൻഡ്രൂവിന്റെ ട്വിൻ സിസ്റ്ററിന് ലുക്കീമിയ ഉണ്ടായി. അങ്ങനെയാണ് അവൻ ഇതിൽ വരും. നമ്മളൊരു ചെറിയ സ്വാബ് എടുത്തിട്ട് ഇതിന്റെ രജിസ്റ്ററിലേക്ക് അയക്കുകയാണ്. അപ്പൊ അവര് HLA ഡോക്യുമെന്റ് ചെയ്യും അവന്റെ. ഇപ്പൊ ആരെങ്കിലും ഇപ്പോ സജീവനോ എനിക്കോ ലുക്കീമിയ വന്നു കഴിഞ്ഞാല് അവര് എന്റെ HLA എടുക്കും, എന്നിട്ട് നോക്കുകയാണെങ്കിൽ രജിസ്ട്രിയിൽ ആരെ HLA ആയിട്ടാ മാച്ച് ആവുന്നത്. അപ്പൊ മാച്ചുള്ള ആൾക്കാർ ഇപ്പോൾ 10-15 പേരുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്ത് അവർ പറയില്ല, ആദ്യത്തെ ഓരോരുത്തരായിട്ട് പറയും. യംഗസ്റ്റ് ആയിരിക്കും മോസ്റ്റ്ലി പോവാ. അവൻ 24 ആയതുകൊണ്ട് അവനെ വിളിച്ചു വരും. അപ്പോൾ അവന്റെ സിസ്റ്ററിന് ലുക്കീമിയ ഉള്ളതുകൊണ്ട് ഈ വാസ് ഇമ്മീഡിയറ്റ്ലി സെറ്റ്. അച്ഛൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, എൻ്റെ ട്രാൻസ്പ്ലാന്റിന് എല്ലാ അറേഞ്ച്മെന്റും ചെയ്തോളൂ, ഞാൻ എൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ടായതാണ്. അപ്പൊ ഇങ്ങനെ ആൾക്കാരുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി റെഡിയാണ്. എല്ലാവരും അങ്ങനെ റെഡി ആവണമെന്നില്ല. കുറെ ആൾക്കാർ സ്വാബ് കൊടുത്തിട്ട് വേറെ കൺട്രിയിലാവോ, അല്ലെ വേറെ സിറ്റിയിലാവോ, അങ്ങനെ ലൈഫ് സർക്കംസ്റ്റൻസസ് ചേഞ്ച് ചെയ്യുമല്ലോ ആൾക്കാർക്ക്. ഇവൻ തന്നെ ട്രാൻസ്പ്ലാന്റിന് സ്വാബ് കൊടുത്തത് 2013 എന്റെ ട്രാൻസ്പ്ലാന്റ് വരുന്നത് 2018. അപ്പോഴേക്കും ഇവൻ പോലീസ് ഓഫീസറായി. പിന്നെ അങ്ങനത്തെ ഒരു ജോലി എന്നുള്ള സമയം കിട്ടാനും ബുദ്ധിമുട്ടല്ല അങ്ങനെ. പക്ഷെ അവൻ താങ്ക് ഗാഡ് അവൻ എഗ്രിയബിളായി. പിന്നെ ട്രാൻസ്പ്ലാന്റ് സെന്റർ ഏറ്റെടുക്കും. അവര് നഴ്സുമാരയക്കും. ആദ്യം തന്നെ ഈ ബോൺ മാരോ സെൽസ് കൂട്ടാനായിട്ട് ചെറിയ ഷോട്ട്സ് ഉണ്ട്, ന്യൂപ്പജൻ എന്ന് പറയുന്നത്. അത് അവർ വന്ന് കൊടുക്കും. ഒരു 3-4 ദിവസം കൊടുത്താൽ നമ്മുടെ ബോൺ മാരോ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ അതിലാണ് ഈ ബോൺ മാരോ സെൽസ് ഉണ്ടാവുന്നത്. പിന്നെ ഒരു ദിവസം ഈ ട്രാൻസ്പ്ലാന്റിന്റെ ഈ ബ്ലഡ് എടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോയി ഇരുന്നിട്ട് 2 ട്യൂബ് ഇടുക. അത് ഒരു ട്യൂബിൽ കൂടെ ബ്ലഡ് വരും, അതിൽ നിന്ന് ബോൺ മാരോ സെൽ എടുത്ത് മറ്റേ ട്യൂബിൽ കൂടെ കയറ്റിയിടും. അതാണ് 99% ഈ ബോൺ മാരോ കളക്ഷൻ. അല്ലാണ്ട് കുത്തിയെടുക്കുക അതൊന്നും ഇല്ല ഇപ്പൊ. അത് ബ്ലഡ് കൊടുക്കണ പോലെ ആ കളക്ഷൻ ചെയ്തത് ആ ബോക്സ് അതൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ പോലെ തന്നെ, ഒരു ബ്ലഡിന്റെ ബാഗ് പോലെ. അത് അവർ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്പാച്ച് ചെയ്യണം. അത് ഫ്ലൈറ്റിൽ ഒരാൾ വരുന്നു,
അവർ ഏത് ഹോസ്പിറ്റലാണ് ഈ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ അവിടെ വരുന്നത്, അത് അവിടെ സ്റ്റോർ ചെയ്യണം. നെക്സ്റ്റ് ഡേ അത് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന പോലെ നമ്മളെ ബോഡിയിലേക്ക് കുത്തിവെക്കണം. അതാണ് ഇപ്പോഴത്തെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. വളരെ റയറായിട്ട് എസ്പെഷ്യലി കുട്ടികളുടെ കേസുകളിൽ ഈ കൊടുക്കണ മജ്ജ കുത്തിയെടുക്കുന്ന പരിപാടി. പക്ഷെ പണ്ടതായിരുന്നു, ഇപ്പം അതില്ല. ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആൻഡ്രൂവിനെ അവസാനം കാണുന്നുണ്ട്, ഉണ്ട്. ആ അനുഭവം ഒന്ന് പറയാമോ? 2018 ജൂൺ 21 ആണ് എൻ്റെ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത്. അപ്പോൾ 2 years കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആ 2 years എന്ന് പറഞ്ഞാൽ ആ 2 yearsനുള്ളിൽ എന്തും സംഭവിക്കാം. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ്, ഇപ്പോൾ എനിക്ക് ട്രാൻസ്പ്ലാന്റ് കിട്ടി, ഞാൻ തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊരു ഇപ്പം നമ്മൾ ഉണ്ടായില്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കൊടുത്ത ആൾക്ക് അത് അറിയരുത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടൈം ചിലയിടത്ത് 1 year ആണ്. എൻ്റെ കേസിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ 2 year ആക്കി. 2 year ജൂലൈയിൽ 2021 ജൂലൈയിൽ 20 ജൂലൈയിൽ 18 ട്രാൻസ്പ്ലാന്റ്, 2020 ജൂലൈയിലാണ് ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇയാളാണ് ആൻഡ്രൂ എന്നാണ് പേര് പറയുന്നത്, ഇതാണ് ഇയാളുടെ ഇമെയിൽ എന്ന് പറഞ്ഞു എനിക്ക് മെസ്സേജ് വരുന്നത് ട്രാൻസ്പ്ലാന്റ് സെൻ്ററിൽ നിന്ന്. അങ്ങനെ ഞാൻ ഇമെയിൽ ചെയ്യാണ് ഒരു ദിവസം രാവിലെ. ഉച്ചയായപ്പോഴേക്കും മറുപടി കിട്ടി ആൻഡ്രൂവിൻ്റെ. ആൻഡ്രൂ പറഞ്ഞു, ഓ ഈസ് സോ ഹാപ്പി, വളരെ സന്തോഷമായി, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് ഒന്നാമത്. പിന്നെ അവൻ്റെ മാരോ വർക്ക് ചെയ്യുന്നുണ്ട്, അതും അവന് വളരെ ഹാപ്പിയാണ്. അവൻ ആ ഫസ്റ്റ് ഇമെയിലിൽ തന്നെ പറഞ്ഞു, എൻ്റെ ട്വിന്നിന് ക്യാൻസർ, ഇതേ ക്യാൻസർ ആയിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അത് ഞാൻ ആ വഴി കൂടെ പോയ ആളാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നിട്ട് നമ്മൾ അന്ന് തന്നെ രാത്രി നമ്മൾ ഫേസ് ടൈം ചെയ്യാണ്. അപ്പം ആദ്യമായിട്ട് ആ ജൂലൈയിൽ 2020 ജൂലൈയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾ പ്ലാനിങ് തുടങ്ങി, കാണണ്ടേ നേരിട്ട്. നല്ല പിന്നെ അതിൻ്റെ ഇടയിൽ അവന് പ്രൊമോഷനായി. പിന്നെ വലിയൊരു ഹരിക്കെയിൻ വന്നു അമേരിക്കയിൽ, ഐഡ പറഞ്ഞിട്ട്. അത് നമ്മൾ ഉള്ളിടത്തും എഫക്റ്റ് ചെയ്തു, അവൻ്റെ സ്ഥലത്ത് എഫക്റ്റ് ചെയ്തു. അവൻ്റെ വീടെല്ലാം ഫ്ലഡായി. അപ്പോൾ അതെല്ലാം വർക്കൗട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 2021 താങ്ക്സ് ഗിവിങ്ങിൻ്റെ മുമ്പ് നവംബറിലാണ് അവന് സമയം കിട്ടുന്നത്. അങ്ങനെ അവൻ രാവിലെ പുറപ്പെടുന്നപ്പോൾ നമ്മൾ മെസ്സേജ് ചെയ്തു. അവിടുന്ന് ന്യൂയോർക്കിനടുത്ത് ന്യൂവാർക്ക് എന്ന് പറഞ്ഞ എയർപോർട്ടുണ്ട്, അവിടെ നിന്ന് കയറി ബാറ്റൺ റൂജിലേക്ക് എത്തുന്നവരെ നമ്മൾ ട്രാക്ക് ചെയ്യുക ഫ്ലൈറ്റ്. ബാറ്റൺ റൂജിൽ എത്തിയപ്പോൾ താങ്ക്സ് ഗിവിംഗ് പോകുമ്പോൾ എല്ലാവരും അമേരിക്കയിൽ വളരെ ബിസി ആയിട്ടുള്ള ടൈമാണ്, എല്ലാ എയർപോർട്ട്സും ബിസിയാണ്, എല്ലാവരും ഫാമിലിനെ വിസിറ്റ് ചെയ്യുന്ന സമയമാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവസാനം അവൻ എന്നെ കണ്ടു. ഞാൻ സ്ക്രബ്സ് ഇട്ടിരുന്നു. പിന്നെ അവിടെ ഒരു എയർപോർട്ടിൽ സ്ക്രബ്സ് ഇട്ട് ഒരു ഇന്ത്യക്കാരൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലായി ഇത് ഞാൻ തന്നെയാണ്. എൻ്റെ അടുത്തേക്ക് വന്ന് ദീപ പുറത്ത് നിൽക്കായിരുന്നു. അതൊരു വേറെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള, എന്താ പറയുക, ഒരു ലൈഫ് ഗിവർ നമ്മൾ കാണില്ല. അതൊരു സിമ്പിൾ ഇമോഷൻ അല്ല, അതൊരു കോംപ്ലക്സ്. അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. നമുക്ക് കരച്ചിൽ ഡെഫിനറ്റ്ലി നമ്മൾ കണ്ണീര് വരും. ദീപയ്ക്ക് ഈവൻ മോർ. ദീപയ്ക്ക് അപ്പോഴേക്കും ഇവനായിട്ട് എന്ത് സ്വന്തം മോനെ പോലെ കണക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ദീപയായിരുന്നു അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പൊ ഇപ്പൊ എന്റെ മോൻ സൂര്യയുടെ പോലെ തന്നെ വേറൊരു മോനാണ് ഇപ്പോ ആൻഡ്രൂ. കാരണം അവൻ ഈ ഗേവ് ലൈഫ് ടു അവർ ഫാമിലി അല്ലെ. എനിക്ക് ലൈഫ് തരുന്നത് വെച്ചാൽ എന്റെ ഫാമിലിക്ക് ലൈഫ് തരുന്നത്. അപ്പോ അത്രയും ഒരു ഇമോഷണൽ ഒരു മീറ്റിംഗ് ആണ് അതാണ് ആ ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ 3 പേരും കെട്ടിപ്പിടിച്ച് കണ്ണീര് വരികയാണ്, അതായത് ഒരുമിച്ച് കാണുന്നതിൻ്റെ. പിന്നെ നമ്മളന്ന് ഈവനിങ്ങിൽ പാർട്ടിയും എല്ലാം ആയി. പിന്നെ നമ്മൾ ന്യൂ ഓർലിൻസ് എന്ന് പറയുന്നത് അമേരിക്കയിൽ നല്ലൊരു സിറ്റീൻ്റെ അവിടെ റൂം എടുത്ത് കൊടുത്ത് അവിടെ താമസിപ്പിച്ച്. പിന്നെ അതൊരു എന്താ പറയുക, ഒരു ടൈറ്റ് നിറ്റ് ബോൺ, ഒരു എക്സ്ട്രാ ഫാമിലി മെമ്പർ ഫോർ അസ്. അതൊരു ഇനി അത് നത്തിങ് ക്യാൻ ബ്രേക്ക് ഇറ്റ്. കാരണം ഞാൻ എൻ്റെ ബുക്കിൽ ഇതുപോലെ അവൻ്റെ ബ്ലഡ് എൻ്റെ ബോഡിയിൽ ഈച്ച് ബീറ്റ്, അവൻ്റെ ബ്ലഡ് എൻ്റെ ഹാർട്ടിൽ കൂടെ കടന്നു പോവുക. എൻ്റെ ബ്ലഡ് അല്ല എൻ്റെ ബോഡിയിലുള്ളത്, അവൻ തന്ന ബ്ലഡാ. പിന്നെ ഞാൻ മരിക്കുന്നവരെ അത് ആ ബ്ലഡിലാണ് ഞാൻ ജീവിക്കണം. അപ്പൊ നത്തിങ് ക്യാൻ ചേഞ്ച് ഇറ്റ് അല്ലേ. അതൊരിക്കൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ അവന്റെ DNA എൻ്റെ ബോഡിയിലുള്ളത്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഡോക്ടർ പറയുന്നുണ്ട് ചെയ്താലും, ഞാൻ ക്രൈം ചെയ്ത് എൻ്റെ ബ്ലഡ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ റെക്കോർഡ്സിൽ അവന്റെ ബ്ലഡാ അത്. അങ്ങനെയും അമേരിക്കയിലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പറയാം, അത് ഖൈമേറ എന്ന് പറയും. അതായത് ഒരാളുടെ ബോഡിയിൽ 2 DNA ഉണ്ടെങ്കിൽ അത് ട്രഡീഷണലി അത് നമ്മളെ എന്താ പറയാ ഗ്രീക്ക് ലിറ്ററേച്ചറിലാണ് ഈ ഖൈമേറിനെ പറ്റി ആദ്യം പറയുന്നത്.
അതന്നെ, അതായത് തീ തിന്നുന്ന ആനിമൽസ്, അതായത് ഹെഡ് ഒന്ന്, ബോഡി ഒന്ന്, ടെയിൽ ഒന്നായിട്ടുള്ള അതൊരു ഹിസ്റ്റോറിക്കൽ ക്രീച്ചർ. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരെ ഖൈമേറ എന്ന് പറയാം. അതായത് എനിക്ക് എൻ്റെതായിട്ടുള്ള DNA ഉണ്ട്. ഇപ്പം എൻ്റെ സ്കിന്നിലും ബോഡിയിലും ടിഷ്യൂലെല്ലാം എൻ്റെ DNA, ഞാൻ ജനിച്ച DNA. പക്ഷെ എൻ്റെ ബ്ലഡിലെ DNA മാറിയില്ലേ? ബോൺ മാരോ എന്നല്ല ബ്ലഡ് വരുന്നു. അപ്പൊ ഇവന്റെ ബോൺ മാരോ അല്ല എനിക്ക് തന്നത്. അപ്പൊ എൻ്റെ ബ്ലഡിലെ DNA വേറെ. അപ്പൊ ഞാൻ ജീവിക്കുന്നത് 2 DNA ആയിട്ടാണ്. എൻ്റെ സ്കിന്നും ഇതെല്ലാം സ്വന്തം ഞാൻ ജനിച്ചു വീണ DNA. എൻ്റെ ബ്ലഡിലെ DNA ആൻഡ്രൂവിന്റെ DNA. അപ്പൊ ഞാൻ എസെൻഷ്യലി ഖൈമേറയാണ്. എനിക്ക് 2 ജീവനാണ് എൻ്റെ ബോഡിയിൽ. 2 തരത്തിലാണ്, 2 DNA ആണ് എൻ്റെ ബോഡിയിലുള്ളത്. അത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ എല്ലാവർക്കും, ഇങ്ങനെ പുറത്തുനിന്ന് ഉള്ള ട്രാൻസ്പ്ലാന്റ് എടുത്ത എല്ലാവരും ഖൈമേറാസ്. അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. നമ്മൾ ജീവിതത്തിൽ അത് അറിയില്ല. പക്ഷെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ 2 DNA വരും. ഇപ്പൊ അമേരിക്കയിൽ തന്നെ നമ്മള് ജനറ്റിക്സ്, ജീനിയോളജി നോക്കണ കുറെ വെബ്സൈറ്റുകളുണ്ട്. നമുക്കറിയാം, അതെടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ സൈഡ് ഏതാ, അമ്മയുടെ സൈഡ് ഏതാ, ബന്ധുക്കളുണ്ട്. അപ്പൊ ആ ജീനിയോളജി ancestry.com എന്നുള്ള പറഞ്ഞ് അതിലൊന്നും എൻ്റെ ബ്ലഡ് പിടിക്കില്ല. കാരണം ആ മെഷീന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ മെഷീൻ ആലോചിക്കുമ്പോൾ ഇയാൾക്ക് എങ്ങനെ 2 DNA വരുന്നത്? അപ്പൊ അവർ 0 അതായത് അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ റിസൾട്ട് വരും. അത് ഇപ്പൊ കൂടുതൽ ആൾക്കാർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വരുമ്പോ അതാണ് അതിന് ക്രൈമിനൊക്കെ ഒരു സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അതെ, അത് ഞാൻ ക്രൈം ചെയ്ത് കഴിഞ്ഞാല് ആൻഡ്രൂവിനെ പിടിച്ച് അകത്തിടാം. കാരണം DNA എന്ന് വെച്ചാൽ ഒരു മാക്സിമം പ്രൂഫ് ഇല്ലേ? അതെ. ഇത് പിന്നെ റീപ്രൊഡക്ഷനിലൊക്കെ ഏത് DNA ആയിരിക്കും ഇത് വരുന്നത്? അത് വളരെ റെയർ ആയിട്ടൊരു കേസ് ഉണ്ട്. അതായത് നമ്മളെ റീപ്രൊഡക്ഷനിൽ നമ്മളെ DNA തന്നെയാണ് പുറത്തു വരാം, മനസ്സിലായ? ചില റെയർ ആയിട്ടുള്ള കേസിൽ വേറെ ആളുടെ DNA വരാം. അത് നമ്മളെ ബോഡിയിൽ ട്വിൻ ഉണ്ടെന്നായിരിക്കും. ഒരു അമ്മയ്ക്ക് ട്വിൻ ഉണ്ടായി, അതിലൊരു ട്വിന് ബോഡി തന്നെ ഇരുന്ന് അതിന്റെ DNA മറ്റേ കുട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് വളരെ എക്സ്ട്രീംലി റെയർ ആണ്. അങ്ങനത്തെ കേസും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഈ സാധാരണ ട്രാൻസ്പ്ലാന്റ് DNA വെച്ചാൽ നമ്മൾ ജനിക്കുന്നത് ഒരു DNA ആയിട്ട്, ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോൾ വേറെ DNA നമ്മുടെ ബോഡിയിൽ വരും. അപ്പൊ നമുക്ക് 2 DNA ആയി. അതെ. Why me? Cancer raises many questions, though there are very few answers at hand. I struggle with questions as well, the most important being, why me? After much soul searching, I finally realized that looking for an answer to that question is not helpful or productive. No one could answer that question. No textbook, friend, family member, or doctor. Instead, I started asking, why not me? What if this has happened to my wife or my son? If that had been the case, I might have wished it happened to me instead. I found solace in the fact that I was at a point in my life where I could face the disease. I knew I had the fight in me. Cancer is the ultimate test. It tests our logic, our reasoning, and our grit. It tries our relationships and forces change on our outlook on life. It's a cliche for a reason. Facing death brings urgency to life. The daily, intimate relationship with mortality can bring us to our very essence, our true selves. In doing so, cancer also brings clarity of thought and purity of mind. Cancer demands that you see what is important in life. It forces a reckoning with our life's purpose. Once cancer cells harbor within our bodies, we lose control of our lives. Cancer takes charge and takes over. It follows us everywhere, haunting and poking our softest places with its sharp, seemingly infinite tentacles. It's all-encompassing and furious, relentless in attack. We perceive it as a shameful disease that destroys our self-worth, a label and a stigma that erodes hope and erodes confidence. It clouds thoughts and plays games with its mites. It tries to destroy the soul. It truly is an emperor of all maladies.
It also defines us by how we cope with it. During my soul searching, I wrote a poem in this very subject. I scribbled this sometime in the early days of my reckoning with cancer, though I forgot to put a date on it. By the time I wrote it, I had understood that there is never a good answer to the question, why me? Why me? Why me? What did I do wrong? What brought this curse upon me? I searched for answers. I searched for truth. None knew and none could tell. It came to me then like a whisper, like a soft blowing wind. Why not me? Why not me? My soul is pure, my mind is kind, I am strong, I have the fight in me, I have faith in me, I believe in angels now. My days will be longer, my mornings meaningful, my nights filled with sleep. My days and nights will be mine, not yours, Cancer. Soon I would be facing the most difficult struggle of my life, crossing a new ocean filled with dangers. Still, I told myself to paddle and confront the deadly waves head on, to make it to shore.